പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങളിൽ അതിഥിയായി എത്തുന്നത് ചലച്ചിത്ര നടൻ നന്ദുവാണ്. നന്ദുവുമായി സംസാരിക്കുന്നത് MV ശശികുമാർ. ഇന്ന് ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങളിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് 3.5 പതിറ്റാണ്ടിലധികമായി മലയാള ചലച്ചിത്ര രംഗത്ത് പ്രവർത്തിക്കുന്ന അഭിനേതാവാണ് ശ്രീ നന്ദു. തിരുവനന്തപുരത്തുകാർക്ക് വളരെ സുപരിചിതനായ വ്യക്തിയാണ് ഈ അഭിനേതാവ്. സ്നേഹാദരങ്ങളോടെ അദ്ദേഹത്തെ ഈ സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. താങ്കളുടെ സിനിമാ ജീവിതത്തിൻ്റെ തുടക്കം സർവകലാശാല എന്ന ചിത്രത്തിലൂടെയാണെന്ന് കേട്ടിട്ടുണ്ട്. എങ്ങനെയാണ് അങ്ങനെ വേണുനാഗോളിയുടെ ഒരു ചിത്രത്തിലേക്ക് താങ്കൾക്ക് അവസരം വരുന്നത്? ഈ വേണുചേട്ടനും പിന്നെ MG രാധാകൃഷ്ണൻ ചേട്ടനും ഞങ്ങളൊക്കെ അടുത്തടുത്ത താമസമുണ്ട് തെക്കാട്. പിന്നെ എൻ്റെ അമ്മാവൻ ഓൾ ഇന്ത്യ റേഡിയോയിലായിരുന്നു. അപ്പോൾ രാധാകൃഷ്ണൻ ചേട്ടനുമായിട്ട് വളരെ അടുത്ത ബന്ധമാണ്. വേണുചേട്ടനും അതുപോലെ തന്നെ. വേണുചേട്ടൻ എൻ്റെ മൂത്ത ഒരു കസിൻ്റെ കൂടെ അവർ ഒരുമിച്ച് പഠിച്ചതാണ്. അവർ അടുത്ത വീടുകളാണ്. അപ്പോൾ അടുത്ത നല്ല ബന്ധമാണ്, എല്ലാവരുമായിട്ടും നല്ല ബന്ധമാണ്. അങ്ങനെയാണ് ഈ രാധാകൃഷ്ണൻ പറഞ്ഞിട്ടാണ് അങ്ങനെ ഒരു വേഷം കിട്ടി ഞാൻ സിനിമയിലേക്ക് കയറി വന്നത്. സർവകലാശാല അല്ലേ? അതെ, ശരിക്കും അതിന് മുമ്പൊരു വേഷം കിട്ടി എനിക്ക് പ്രിയൻചേട്ടൻ്റെ സിനിമയിൽ, ചെപ്പെന്ന് പറഞ്ഞ സിനിമയിൽ. പക്ഷെ അപ്പം പോകാവത്തില്ല. അത് കഴിഞ്ഞ് പിന്നെ ഈ സിനിമയിലാണ് അഭിനയിക്കുന്നത്. ഓർമ്മയുണ്ട്, 1986 പാലക്കാട് ഗവൺമെൻറ് വിക്ടോറിയ കോളേജിൽ വെച്ചായിരുന്നു ചിത്രീകരണം. എങ്ങനെയായിരുന്നു? മറക്കാക്കുമോ അതൊക്കെ? പറയാം അതിനെക്കുറിച്ച്. ഒരിക്കലും മറക്കാക്കില്ല. അത് ആദ്യത്തെ അനുഭവമാണ്. 10-30 ദിവസം വിക്ടോറിയ കോളേജിനകത്തുണ്ടായിരുന്നു. അതൊരു വലിയ സന്തോഷകരമായ ഓർമ്മകളാണെല്ലാം. കുറച്ച് വിഷമങ്ങളും അതിനകത്ത് സംഭവിച്ചിട്ടുണ്ട്, പക്ഷേ കൂടുതലും സന്തോഷകരമായ ഓർമ്മകളായിരുന്നു. അത് മാത്രമല്ല, ഒരുപാട് സുഹൃത്ത് ബന്ധങ്ങളുണ്ടായി അവിടെ വച്ച്. കാര്യം ഒരുപാട് ചെറുപ്പക്കാരടുത്ത് അഭിനയിച്ചു. അതിൽ ചിലർ മരിച്ചുപോയി വരെ ചെയ്തു. ജീവിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്, അതിൽ ചിലരുമായിട്ട് ഇപ്പോഴും ബന്ധമുണ്ട്. അന്ന് എൻ്റെ കൂടെ അഭിനയിച്ച അതിനകത്ത് സണ്ണി എന്ന് പറഞ്ഞ കക്ഷിയുണ്ട്, ചിങ്ങവനത്തുള്ള. പിന്നെ അയാളെ ഞാൻ 1-2 സിനിമകളിൽ എവിടെയൊക്കെ വെച്ച് കണ്ടു. പിന്നെ അതിനുശേഷം പിന്നെ യാതൊരു അറിവുമില്ല. ആ മനുഷ്യനെ എനിക്ക് കഴിഞ്ഞ ഒരു 2 മാസം മുമ്പാണ്, നാളുകൾക്ക് ശേഷം തിരിച്ച് വീണ്ടും കാണാൻ കാണാൻ പറ്റില്ല. പുള്ളിക്കാരൻ ഗൾഫിലാണ്. ഇപ്പം തിരിച്ച് വരുമ്പോൾ കാണാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഫോൺ സംസാരിക്കാനൊക്കെ. അതെ. അപ്പോൾ അവരുമായിട്ടൊക്കെ ഉള്ള ആ ഒരു ബന്ധം ഇപ്പോഴും നമ്മൾ നിലനിർത്താൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടത്തിൽപ്പെട്ടാണ്. അപ്പോൾ അതൊക്കെ ഒരു വലിയ കാര്യം. 30 ദിവസം ഒരുമിച്ചുണ്ടായിരുന്നല്ലേ കുറേ ആർട്ടിസ്റ്റുകൾ. അന്ന് ഞാൻ സിനിമയിൽ സ്ഥിരമാകുമെന്ന് പോലും എനിക്ക് ചിന്തിച്ചിട്ടില്ല. ഞാൻ അന്ന് അതിനകത്ത് പോയി അഭിനയിച്ചു, തിരിച്ചു വന്നു എന്നുള്ളതല്ലാതെ. അന്ന് മോഹൻലാലിനൊക്കെ ഒപ്പമായിരുന്നു. അതെ 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 ലാലൻ്റെ സിനിമയ്ക്കകത്ത് അങ്ങനെ എതിർകക്ഷിയായിട്ടായിരുന്നു. വേണു. അതെ, വേണുചേട്ടനുണ്ടായിരുന്നു. അടൂർ ബാസി സാറിന് ആ സിനിമയിലുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹവുമായിട്ട് ഒരേ സീനിലുണ്ട്. പക്ഷെ അദ്ദേഹമുള്ള ഫ്രെയിമിൽ ഞാനും ഉണ്ടെന്ന് പറയാം. അതൊരു ഭാഗ്യം. അങ്ങനെ എനിക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിക്കാൻ സാധിച്ചിട്ടുള്ളൂ. ഒരുപാട് ആർട്ടിസ്റ്റുള്ളൊരു ഫ്രെയിമിൽ ഞാനും ഉണ്ട്. അടൂർ ബാസി ഉണ്ടായിരുന്നു, ജഗതി ഉണ്ടായിരുന്നു. അതെ, സുകുമാരൻ സാറുണ്ടായിരുന്നു. ജോസ് എബ്രഹാം എന്നായിരുന്നു താങ്കളുടെ? ജോസ് എബ്രഹാം എന്നായിരുന്നു പേര് ആ സിനിമയ്ക്കകത്ത്. അപ്പം ഇന്നസെൻ്റ് ചോദിക്കണ്ടോ, ഷൈനി എബ്രഹാമിൻ്റെ ആരുമല്ല, PD ആയിരുന്നു. ആ ചിത്രത്തിലെ പാട്ടുകളൊക്കെ ഓർമ്മയുണ്ടോ? ആ ചിത്രത്തിലെ പാട്ട് ഓർമ്മയുണ്ട്. ഒരു കോളേജിൽ ഒരു അടിപൊളി പാട്ടുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ നമ്മൾ ഡപ്പാങ്കുത്ത് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ഡപ്പാങ്കുത്ത് പാട്ട് അതിനകത്തുണ്ട്. പക്ഷെ ആ പാട്ടൊന്നും നമ്മൾ കേൾക്കാറേ ഇല്ല. പിന്നെ അതെന്താണെന്ന് എനിക്കറിയില്ല. ആ പാട്ടൊന്നും പിന്നെ എവിടെയെങ്കിലും വച്ച് കേട്ടതായിട്ട് എൻ്റെ ഓർമ്മയിൽ പോലും ഇല്ല. കാവാലത്തിൻ്റെ കവിത പോലൊരു ഗാനം ഉണ്ടായിരുന്നു. അത് ഇടയ്ക്കിടയ്ക്ക് കേൾക്കാം. അതിപ്പോഴത്തെ ചെറുപ്പക്കാരും അത് അതിര് കാക്കും മലയൊന്ന് തുടുത്തേ എന്നുള്ളത് ഇപ്പോഴും വളരെ ഉത്സാഹത്തോടുകൂടിയും അത് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ക്യാച്ച് ചെയ്യുന്ന ഒരു സാധനമല്ലേ അത്. അതിനുശേഷം തുടർച്ചയായിട്ട് പിന്നെ താങ്കൾക്ക് ഇങ്ങനെ അവസരങ്ങൾ വന്നുകൊണ്ടിരുന്നു അഭിനയിക്കാൻ? ഇല്ല, അങ്ങനെ തുടർച്ചയായിട്ട് വന്നില്ല. വേണുചേട്ടൻ ചെയ്ത പടത്തിനകത്താണ് പിന്നെ വീണ്ടും ചെയ്തത്. ഞാൻ വേറെ മറ്റ് ആരുമായിട്ടും പരിചയമോ ബന്ധമോ വയ്ക്കാൻ ശ്രമിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അത് ചെയ്തിരുന്നെങ്കിൽ, കാര്യം അന്ന് ആ സീരിയസ് ആയിട്ട് എടുത്തില്ല. ഇതെൻ്റെ ഒരു പ്രൊഫഷൻ ആകും എന്നുള്ള ചിന്ത ഇല്ലായിരുന്നു. അന്നത് സീരിയസ് ആയിട്ട് എടുത്തിരുന്നെങ്കിൽ, ഞാനിത് ആഗ്രഹിച്ചാണ്, ഞാൻ വലിയൊരു നടനാകണമെന്ന് ആഗ്രഹിച്ച് വന്നതല്ല. യാദൃശ്യമായിട്ട് അഭിനയിക്കണോ, ശരി അഭിനയിക്കാം എന്ന് പറഞ്ഞ് പോയി അഭിനയിച്ചതാ. അപ്പം അങ്ങനെ ഒരു ചിന്ത ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ആരെയും കാണാൻ പോയില്ല. അല്ലെങ്കിൽ എനിക്ക് ശരിക്കും ഞാൻ അപ്പോൾ ചെന്നൈയിലേക്ക് പോയി അവിടെ ചെന്ന് എല്ലാ ഡയറക്ടേഴ്സിനെയും അവരവരെയൊക്കെ കണ്ട് അങ്ങനെ ഒരു വഴി തുറന്നിരുന്നെങ്കിൽ ഞാൻ അന്നേ കുറച്ച് ബിസി ആയിട്ടുള്ള ഒരു ആയിരുന്നിരിക്കും. നമുക്ക് പറയാക്കില്ല, നമ്മൾ ശ്രമിച്ചില്ല എന്നുള്ളതാണ് സത്യം. ഏത് കാര്യവും ശ്രമിക്കണം. പിന്നെ ഈ പറഞ്ഞ പോലെ ഇവിടുത്തെ തിരുവനന്തപുരത്തെ സിനിമാ വൃന്ദങ്ങളായിട്ടുള്ള ആൾക്കാരെ എല്ലാം നമുക്ക് പരിചയക്കാരുണ്ട്. സുരേഷ് ചേട്ടനെയൊക്കെ നേരത്തെ അറിയാം, GS വിജയൻ ചേട്ടൻ. അപ്പം അങ്ങനെയാണ് വിജയൻ ചേട്ടൻ സിനിമ ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യുന്നു. ആ സിനിമയിൽ അഭിനയിച്ചു. അതാണ് ചരിത്രം എന്ന്. അത് 88-ലാണ്. പക്ഷെ അതിന് മുമ്പ് ഞാൻ വേണുചേട്ടൻ്റെ അയിത്തെന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചു. അത് കഴിഞ്ഞ് 89-ൽ ഓട്ടോ വേണുചേട്ടൻ ചെയ്യുമ്പോൾ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറും കൂടെയായി.
അത് കഴിഞ്ഞ് പിന്നെ മേടിച്ചതിൻ്റെ കൂടെ കുറേ സിനിമകൾ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടും കൂടെ വർക്ക് ചെയ്തു. അഭിനയം ഉണ്ടായിരുന്നു. ലാൽ സലാം എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ അഭിനയിച്ചില്ല, അസിസ്റ്റന്റ് ഡയറക്ടർ മാത്രമായിട്ട് ജോലി ചെയ്തു. ശരി. പിന്നെ എന്തുകൊണ്ടാണ് ഈ അസിസ്റ്റന്റ് ഡയറക്ടർ എന്നുള്ള ജോലി വിട്ടിട്ട് അഭിനയത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു? അല്ല, അഭിനയിക്കാനാണ് വന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകില്ല. ഒന്നിലെ അഭിനയിക്കുക, അല്ലെങ്കിൽ കാര്യം ചെയ്യുന്ന ജോലിയോട് ഒരു ആത്മാർത്ഥമാണെങ്കിൽ രണ്ട് വള്ളത്തിൽ ചവിട്ടിയിട്ട് പോകാക്കില്ല. സർക്കസ് കാണിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. അപ്പം നമ്മൾ ഡയറക്ടർ ആവാൻ എളുപ്പമാണ്. കാര്യം ഡയറക്ടർക്ക് ബിക്കോസ് ഈസ് എ ക്യാപ്റ്റൻ, അദ്ദേഹത്തിന് എന്ത് വേണമെങ്കിലും അദ്ദേഹത്തിൻ്റെ സ്റ്റാർട്ടും കട്ടും പറയാൻ വേറെ ആളിനെ ഏൽപ്പിക്കുക, അസോസിയേറ്റിനെ ഏൽപ്പിക്കുക. പക്ഷേ അതേസമയം അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടിരിക്കുന്ന ഞാൻ ക്ലാപ്പ് കൊടുക്കാനായിട്ട് നിൽക്കുമോ, അല്ല ക്ലാപ്പ് കൊടുക്കാൻ നിൽക്കും, പിന്നെ നമ്മൾ കണ്ടിന്യൂറ്റി നോക്കും, ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മൾ അഭിനയിക്കാൻ പോയാൽ ഈ ജോലി വേറെ ആരെ ഏൽപ്പിക്കും? ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറല്ല, അപ്പോൾ എനിക്കങ്ങനെ പെട്ടെന്ന് ചെയ്യിക്കാൻ നോക്കില്ല. എത്ര സിനിമകളിൽ അസിസ്റ്റൻ്റായി ജോലി ചെയ്തിട്ടുണ്ട് ഡയറക്ടറായിട്ട്? ഞാൻ 10-12-15 പടം. എല്ലാം വേണുനാഗ. പിന്നെ പി ശ്രീകുമാരേട്ടൻ്റെ കൂടെ ഞാൻ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തു. പിന്നെ രാജീവ് നാഥ്, അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ അസിസ്റ്റൻ്റായിട്ട്, അദ്ദേഹത്തിന് അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തു. പിന്നെ അങ്ങനെ 2-3 പേരുടെ കൂടെ വർക്ക് ചെയ്തു. അത്രയേ ഉള്ളൂ. താങ്കൾ ഈ അഭിനയിച്ച ചിത്രങ്ങളിലെല്ലാം നല്ല പാട്ടുകളും ഉണ്ടായിരുന്നു അല്ലേ? നല്ല പാട്ടുകൾ. വേണുചേട്ടൻ്റെ പടങ്ങളെല്ലാം ഉഗ്രം പാട്ടുകളാണ്. കാര്യം അദ്ദേഹം വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കും പാട്ട് ഷൂട്ട് ചെയ്യാൻ. ഏതെങ്കിലും ഗാന ചിത്രീകരണ രംഗത്ത് താങ്കൾക്ക് അക്കാലത്ത് വരാൻ കഴിഞ്ഞിട്ടുണ്ടോ? പാട്ട് കിഴക്കുണരും പക്ഷിയിലൊക്കെ ഞാൻ ആ പാട്ടിനകത്തൊക്കെ ഉണ്ട്. ഞാൻ ആ സമയത്ത് വേണുചേട്ടൻ്റെ പാട്ടുകൾ വന്നിട്ടുണ്ട് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടിരിക്കുമ്പോൾ. അതല്ലാതെ പാട്ട് രംഗങ്ങൾ ഒരുപാട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഈ ഇടയ്ക്ക് കൂടെ ഒരു സിനിമ ചെയ്തു, അതിനകത്ത് ഒരു പാട്ട് ചെറിയ ഡാൻസ് ബിറ്റും ഒക്കെ ഉണ്ട്. അതൊക്കെ ഇപ്പോൾ വരാൻ പോകുന്നതല്ലേ? അതെ അതെ. ഞാൻ ചോദിച്ച അക്കാലത്തെ ഓർമ്മയിലുള്ള ഒരു പാട്ട്, താങ്കൾ കൂടി ആദ്യമായിട്ട് രംഗത്ത് വന്നൊരു പാട്ട് ഓർമ്മയിലുണ്ടോ? ഞാൻ കൂടി രംഗത്ത് വന്നത് കിഴക്കുണരും പക്ഷിയിലെ പാട്ടാണോ എന്നൊരു സംശയമുണ്ട്. അല്ലാതെ ഞാൻ അതിന് മുമ്പുള്ള അതിനകത്തൊന്നും പാട്ടുകളിൽ വന്നു എന്ന് പറഞ്ഞാൽ ജസ്റ്റ് വന്നു പോകുന്ന മൊണ്ടാഷ് പോലെ വന്നു പോവേ ഉള്ളൂ. അല്ലാതെ ആ പാട്ടിനകത്തെ ഒരു കഥാപാത്രമായിട്ട് ഞാൻ ഇരുന്നിട്ടില്ല. അത് ആ കാലത്ത്. അത് കഴിഞ്ഞ് പിന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു ഗാനത്തിലേക്ക് പോച്ച ഏത് പാട്ടാണ് പറയുക? ഇപ്പോൾ എന്നാൽ സർവകലാശാലയിലെ പാട്ട്, ഞാൻ ആ പാട്ട് കേട്ടിട്ടില്ല എന്ന് പറഞ്ഞില്ലേ, കുറേ നാൾ കേൾക്കാത്ത പാട്ടല്ലേ. നമുക്ക് ആ പാട്ട്, ആ ഡപ്പാക്കുത്ത് പാട്ട് കേൾക്കാം. തീർച്ചയായും. Attindo, teyatinando, kittindo, tinandaro. Attindo, teyatinando, kittindo, tinandaro. Attinindavarum, kittinindavarum, attalakkelum, kittalakkelum, adivedi koodi. Attindo, teyatinando, kittindo, tinandaro. വിളി കേട്ട് ആട്ടും ചീറ്റുമേറ്റു തൊറ്റു പോടാ. കുടിത്തെടുത്തോട ചാടിത്തെടുത്തോട എടുത്തോളാം, നിന്നെ എടുത്തോളാം, നിന്നെ എടുത്തോളാം. തിന്തോ തിന്നന്തോ തിന്തോ തിരന്താരോ. ൂളിയലങ്കാരികളെ ഉന്തിച്ചിരിക്കുന്ന കാല നോക്കുകുത്തികള്, ഉത്സവത്തിനും പെരുന്നാളിനും അമ്മമാർ തന്നുവെച്ച 1.5 മുണ്ടുമായി പോരരുതോടി. ആ മൂളിയലങ്കാരികളെ ഉന്തിച്ചിരിക്കുന്ന കാല നോക്കുകുത്തികള്, ഉത്സവത്തിനും പെരുന്നാളിനും അമ്മമാർ തന്നുവെച്ച 1.5 മുണ്ടുമായി പോരരുതോടി. കുഞ്ചിയല്ലേ അമ്മിണി കുഞ്ചിയല്ലേ, അമ്മിണിയമ്മേ കുഞ്ചിയമ്മേ. അച്ഛനട്ടിയല്ലേ അപ്പച്ചനൂട്ടിയില്ലേ, അമ്മിണിയമ്മേ കുഞ്ചിയമ്മേ അച്ചാമ്മേ ശോശാമ്മേ. അമ്മിണിയമ്മേ കുഞ്ചിയമ്മേ അച്ചാമ്മേ ശോശാമ്മേ. അത്തിന്തോ തെയ്യത്തിനന്തോ Attindo,
കിഴക്കുണരും പക്ഷിയിൽ താങ്കൾ മോഹൻലാലിൻ്റെ സുഹൃത്തായിട്ട് അഭിനയിച്ചു. പക്ഷേ കമലദളം വന്നപ്പോൾ ശരിക്ക് ഒരു കുറച്ച് മുമ്പേ പറഞ്ഞ പോലെ എതിർകക്ഷിയായിട്ടായിരുന്നു സമരത്തിന് ആഹ്വാനമൊക്കെ ചെയ്യുന്നൊരു അതെ. കമലദളം സിബി അതിനകത്ത് ഞാൻ വിനീതിന്റെ സുഹൃത്തായിട്ടാണ് അവന്. അതെ. അപ്പോൾ കലാമണ്ഡലത്തിൽ വെച്ചിട്ടായിരുന്നു അതെ ചിത്രീകരണം. അതെ അതെ. എന്താ പറയുക, അതും ഈ പറഞ്ഞ 10-30 ദിവസം കലാമണ്ഡലത്തിലായിരുന്നു. സിബി മലയാളിൻ്റെ ചിത്രമായിരുന്നു. അതെ അതെ. അത് നല്ല എല്ലാം വളരെ രസകരം. അതെനിക്ക് 92 തോന്നുന്നു. അതെ. അത് വളരെ മനസ്സിനൊക്കെ ഭയങ്കര സന്തോഷമുള്ള അനുഭവങ്ങളാണ് അതൊക്കെ. അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് തോന്നുന്നു മോഹൻലാലിൻ്റെ അദ്ദേഹത്തിൻ്റെ തന്നെ പ്രൊഡക്ഷനായിരുന്നു അല്ലേ? അതെ 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 നല്ല പാട്ടുകളും ഉണ്ടായിരുന്നു. അതെ അതെ അതെ. അദ്ദേഹത്തിന് എനിക്ക് 3ാമത്തെ പ്രൊഡക്ഷൻ ആണെന്ന് തോന്നുന്നു. ആ സമയമൊക്കെ ആയപ്പോഴേക്ക് താങ്കൾ സിനിമയിൽ തുടരാൻ തീരുമാനിച്ചിരുന്നു? അതൊക്കെ ആയി. പിന്നെ അതൊക്കെ ഞാൻ ഈ ഓട്ടമൊക്കെ ആകുമ്പോൾ തന്നെ 89 ആയപ്പോൾ തന്നെ നമ്മൾ 90 ആയപ്പോൾ തന്നെ പിന്നെ ആഫ്റ്റർ 2-3 ഇയേഴ്സ് നമ്മൾ സിനിമ തന്നെ എന്നുള്ളതൊരു അഭിനയം തന്നെയാണ് വഴി തിരിച്ചത്. പക്ഷേ ആളുകൾ, വീട്ടുകാരും നാട്ടുകാരും എല്ലാം നമ്മുടെ സുഹൃത്തുക്കൾ, അവരൊക്കെ പറയുമായിരുന്നു വേറെ ജോലി നോക്കണം എന്ന് പറയുമായിരുന്നു. വീട്ടുകാരൊക്കെ ഒരുപാട് നിർബന്ധിക്കുമായിരുന്നു ജോലി നോക്കണം. കാര്യം അന്നൊക്കെ ചുമ്മാ എന്ന് എത്തി നോക്കുകയല്ലേ, ഒരു ചെറിയ വേഷങ്ങളാണ്. ചെറിയ വേഷങ്ങളാണ്. ശാശ്വതമായ ഒരു നമുക്ക് ഇൻഡസ്ട്രിയിൽ നമുക്കൊരു സീറ്റ് കിട്ടിയിട്ടില്ല. അപ്പം നമ്മളിങ്ങനെ എത്തി നോക്കുന്ന ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും വീട്ടുകാരുടെ ആവലാതി, അവർ ജോലി നോക്കുക, ജോലി ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ സൈഡായിട്ട് സമയം കിട്ടുമ്പോൾ അഭിനയിക്കുക എന്നൊക്കെ ഇങ്ങനെ ഒരുപാട് പ്രാവശ്യം വീട്ടുകാരും പിന്നെ വളരെ വേണ്ടപ്പെട്ട ചില സുഹൃത്തുക്കളും നമ്മളെ ചേട്ടൻ്റെയും അമ്മാവൻ്റെയൊക്കെ സ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കാരും ഒക്കെ നമ്മളെ ഉപദേശിച്ചിട്ടുണ്ട്. അപ്പോഴും ശരി എന്നൊക്കെ പറയണം, അല്ലാതെ അതൊന്നും ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷേ അപ്പോഴൊക്കെ നമുക്ക് ഒരു ദിവസം എന്തായാലും വരുമല്ലോ, നമുക്കൊരു ദിവസം കാണും എന്നുള്ള ഒരു ചിന്തയുണ്ടായിരുന്നു. അങ്ങനെ 25 വർഷത്തോളം കഴിഞ്ഞിട്ടാണ് അങ്ങനെ ഒരു ദിവസം നല്ല വേഷം കിട്ടുന്നത്. അതെ. ശരിക്കും ചെറിയ വേഷങ്ങളിലൂടെയാണ് താങ്കൾ വലിയൊരു നടനായിട്ട് വന്ന്. ഈ യാത്ര ശരിക്കും വളരെ ദുരിതപൂർണ്ണമാവില്ല ഇങ്ങനെ ചെറിയ വേഷങ്ങളിലൂടെ വരുമ്പോൾ? പലപ്പോഴും നമ്മളത് അങ്ങനെ ചിന്തിച്ചാലേ ദുരിതപൂർണ്ണമാവുള്ളൂ. നമുക്ക് പൈസയ്ക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും നമ്മൾ ആലോചിക്കുമ്പോൾ എവിടെയായിരുന്നു ബുദ്ധിമുട്ടുണ്ടായിരുന്നതെന്ന് നമുക്ക് ആലോചിക്കണം. നമുക്ക് ഡേ ടു ഡേ അഫെയറിൽ പല പ്രാവശ്യം ബുദ്ധിമുട്ടുണ്ട്. ഈശ്വര കാരുണ്യം കൊണ്ട് മാത്രം നാളെ ഞാൻ എന്ത് ചെയ്യും എന്ന് ആലോചിക്കുന്ന സമയത്ത് വൈകിട്ട് ചിലപ്പോൾ ഭയങ്കര അപ്രതീക്ഷിതമായിട്ട് എടാ നീ അന്ന് ഞാൻ നിൻ്റെ നിന്ന് വാങ്ങിച്ചില്ല 500 അതാ വെച്ചോ എന്നുള്ള തിരിച്ച് ഒരു സുഹൃത്ത് കൊണ്ട് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. എത്രയോ പ്രാവശ്യം സംഭവിച്ചിട്ടുണ്ട് നമ്മൾ പ്രതീക്ഷിക്കാതെ. അല്ലെങ്കിൽ പെട്ടെന്ന് ഒരാൾ വിളിച്ചിട്ട് നാളെ ഒരു ചെറിയ ഒരു ഇനാഗുറേഷൻ ഉണ്ട്, പെട്ടെന്ന് ഒരാളെ ചെന്ന് ആളെ കിട്ടിയോണ്ട് പെട്ടെന്ന് വരാമോ എന്ന് ചോദിച്ചിട്ട് കുറച്ച് പൈസ ഉണ്ടെന്ന് പറയും. അങ്ങനെയൊക്കെ ഞാൻ എത്രയോ പ്രാവശ്യം. അപ്പം അതാണ് നമുക്ക് ഈശ്വരനുള്ള വിശ്വാസം. നമ്മളെ തറയിൽ ഇടൂല എന്നുള്ള വിശ്വാസമുണ്ട്. നമ്മളെ എപ്പോഴും ആ ഒരു ഗ്രിപ്പ് അദ്ദേഹത്തിൻ്റെ ദൈവത്തിൻ്റെ ഇത് നമ്മളിൽ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് മുമ്പോട്ട് പോവുക, അത്രയേ ഉള്ളൂ. താങ്കളൊരു അഭിനയം സ്കൂളിൽ നിന്ന് പഠിച്ചിട്ടില്ല? അങ്ങനെ ഇല്ല, ഞാൻ അഭിനയിക്കാൻ വന്നല്ലോ, ഞാൻ അഭിനയം ആഗ്രഹിക്കാൻ വന്നല്ലോ. നാടക പരിശീലനം ഒന്നുമില്ല. എങ്ങനെ പിന്നെ ഇതിൽ തന്നെ പിടിച്ചു നിൽക്കാമെന്നും അഭിനയ രംഗത്താണ് തൻ്റെ ഭാവിയെന്നും തിരിച്ചറിഞ്ഞു? അതങ്ങനെ സംഭവിച്ചു. കാര്യം വരുമാനമൊക്കെ വന്നു തുടങ്ങിയപ്പോൾ ഓക്കെ ദെൻ കാര്യം പിന്നെ അപ്പം പിന്നെ ഇൻട്രസ്റ്റ് ആയി അഭിനയിക്കാനും. പിന്നെ ആ ഒരു മേഖലയോട് താല്പര്യം കൂടുതൽ, പിന്നെ സീരിയൽ ചെയ്യാൻ തുടങ്ങി. അപ്പം അങ്ങനെ വളരെ ഒരു ഗ്രാജുവൽ പ്രോസസ്സിൽ കൂടെ, അതായത് ഇപ്പം എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹം എയർലൈൻസിലെ പൈലറ്റാണ്. അദ്ദേഹം സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തൊട്ട് അദ്ദേഹത്തിൻ്റെ ആഗ്രഹമായിരുന്നു. അദ്ദേഹം അതിനു വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചു. അദ്ദേഹം പൈലറ്റായി ഇപ്പം വലിയ നിലയിലിരിക്കുന്ന ഒരാളാണ്. അപ്പം അത് ഈ പറഞ്ഞ പോലെ ആദ്യം മുതലേ അത് തന്നെയാണ്. ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല, എൻ്റെ ആഗ്രഹങ്ങളൊക്കെ വേറെയായിരുന്നു. അപ്പോൾ വളരെ യാദൃശികമായിട്ട് വന്ന് കയറി. അപ്പോഴും നമ്മൾ അതിൽ ഇൻട്രസ്റ്റ് എടുക്കാതെ ഇങ്ങനെ പതുക്കെ നിന്ന് ഉഴപ്പി 2-3 കൊല്ലം കഴിഞ്ഞ് പതുക്കെ എന്നാൽ ഇത് തന്നെ എന്നുള്ള ഈ രീതിയിൽ അങ്ങനെ വന്ന് ഒരു നടനായതാണ്. എന്തായിരുന്നു ശരിക്കും താങ്കളുടെ ആഗ്രഹം? എനിക്ക് ശരിക്കും ആദ്യം എനിക്ക് ആഗ്രഹം എന്ന് പറഞ്ഞാൽ ആ സാധനം ഇപ്പോൾ ഇല്ല, സ്റ്റീം എഞ്ചിൻ എന്ന് പറഞ്ഞ സാധനം, ട്രെയിന് റെയിൽവേയിൽ ലോക്കോ പൈലറ്റ് കൂക്കു വിളിച്ച് പോണ ട്രെയിന്, കൽക്കരി, ഡീസലല്ല, ഇലക്ട്രിക് അല്ല, കൽക്കരി പഴയ, അത് ഓടിക്കുന്ന ആളാവണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. എനിക്ക് ഭയങ്കര ഭ്രാന്താണ്. ഇപ്പോഴും ഞാൻ അത് വീഡിയോ എല്ലാം കണ്ടാൽ ഞാനത് ഫുള്ളിരുന്ന് കണ്ടുകൊണ്ടിരിക്കും. അപ്പം മിനിഞ്ഞാന്ന് വളരെ സന്തോഷകരമായൊരു വാർത്ത വന്നത്, നോർത്തേൺ റെയിൽവേ അങ്ങാണ്ട ഒരു ട്രെയിന് തിരിച്ചവർ കംപ്ലീറ്റ് പണി ചെയ്തിറക്കിയിട്ട് ഒരു സെക്ടറിൽ ഓടിക്കണവർ സ്റ്റീം എഞ്ചിൻ. സ്റ്റീം എഞ്ചിൻ അത് സർവീസ്, അതൊരു എക്സിബിഷൻ അല്ല, മറ്റേ ഈ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് ആ ട്രെയിൻ സർവീസ് തുടങ്ങണം ഏതോ ഒരു സെക്ടർ. ഞാൻ പോവും സത്യമായിട്ട് ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് അവിടെ പോയി ആ ട്രെയിനിൽ കയറി യാത്ര. കാര്യം പണ്ടും അങ്ങനെ തന്നെ, നമ്മൾ ഈ ട്രിവാൻഡ്രം കൊല്ലം കുറേ പ്രാവശ്യം യാത്ര ചെയ്തിട്ടുണ്ട്. ചെന്നൈയിലൊക്കെ പല പ്രാവശ്യം. ഞാൻ കൊച്ചായിരുന്ന സമയത്ത് സ്കൂളിൽ. അപ്പം ഞാൻ അന്ന് ഈ ജനലിൽ കമ്പിയില്ല, നമ്മളെ ബോഗിയിൽ ജനലിൽ സെക്കൻഡ് ക്ലാസ് ബോഗിയിൽ കമ്പിയില്ല. അത് ഞാൻ തലവെളിയിട്ടായിരിക്കുന്നത്. തലവെളിയിട്ടിട്ട് തിരിച്ചു വന്നു കഴിയുമ്പോഴല്ലോ മുഖമെല്ലാം കരി പിടിച്ച് തലമുടി മുഴുവൻ ഒരുമാതിരി ചകിരി പോലെ ആയിട്ട് വല്ലാതെ. വീട്ടുകാർ ഭയങ്കര തെറിവിളി, എന്താണ് ഇതിനൊക്കെ എന്തെടുത്ത് അപ്പോഴേ പറഞ്ഞില്ല അകത്ത് തലയിട്ടിരിക്കണമെന്ന്. ഇപ്പം എങ്ങനെയുണ്ട്? നമ്മുടെ സാരമില്ല, എനിക്ക് ആ മണവും അതും എല്ലാം ഭയങ്കര ആവേശമാണ്. എന്തോ എനിക്ക് ആ ട്രെയിനോട് അതിൻ്റെ ലോക്കോ പൈലറ്റ് ആവണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അത് നടന്നില്ല. പിന്നെ എനിക്ക് ഈ ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്.
അപ്പോൾ അത് ശരിക്കും ഞാനത് പഠിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ എന്തോ അത് നടന്നില്ല. നമുക്ക് ദൈവം വിധിച്ചത് ഇതാണ്. പഠനമൊക്കെ എവിടെയായിരുന്നു? തിരുവനന്തപുരത്ത് തന്നെ? അടുത്ത് തന്നെ മോഡൽ സ്കൂൾ, ഗവൺമെൻറ് മോഡൽ ഹൈസ്കൂൾ, മോഹൻലാലും പ്രിയദർശനും ഒക്കെ പഠിച്ച സ്കൂളിലാണ്. അതേ സ്കൂളിൽ തന്നെയാണ് ഞാനും പഠിച്ചത്. പിന്നീട് അത് കഴിഞ്ഞ് കോളേജ് മാർവാനിസ് കോളേജ് 5 കൊല്ലം പ്രീ ഡിഗ്രിയും പ്ലസ് ഡിഗ്രിയും അവിടെ പഠിച്ചത്. അതിനുശേഷമാണ് അഭിനയ രംഗത്തേക്ക് കടന്നത്. അതെ, തീർച്ചയായിട്ടും ഡിഗ്രി എല്ലാം കഴിഞ്ഞതിന് ശേഷം തന്നെ. നമുക്ക് അടുത്തൊരു പാട്ടിലേക്ക് പോയാലോ? പിന്നെ തീർച്ചയായിട്ടും. പണ്ട് അച്ഛൻ എന്നെ തൊട്ടിൽ കിടത്തി പാടി ഉറക്കുന്ന ഒരു പാട്ടുണ്ട്, സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗ്ഗകുമാരികളല്ലോ. അച്ഛൻ ഇങ്ങനെ പാടുന്ന ആ ഒരു ഇത് ഇപ്പോഴും എനിക്കത് കേൾക്കാൻ സാധിക്കുന്നുണ്ടെന്നുള്ളതാണ്. ആ പാട്ട് കേൾക്കുമ്പോഴൊക്കെ പെട്ടെന്ന് ഞാൻ ഉടനെ അച്ഛനെ ഓർക്കും. കാവ്യമേള. അപ്പോൾ എനിക്ക് ആ പാട്ട് കേട്ടാൽ കൊള്ളാമെന്നുണ്ട്. തീർച്ചയായും. സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ, നിങ്ങളീ ഭൂമിയിൽ ഇല്ലായിരുന്നെങ്കിൽ നിശ്ചലം ശൂന്യമീ ലോകം. സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ, ദൈവങ്ങളില്ല മനുഷ്യരില്ല പിന്നെ ജീവിത ചൈതന്യമില്ല, സൗന്ദര്യ സങ്കൽപ്പ ശില്പങ്ങളില്ല, സൗഗന്ധിക പൂക്കളില്ല. സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ, ഇന്ദ്രനീലം കൊണ്ടു മാനത്തു തീർത്തൊരു ഗന്ധർവ രാജാങ്കണത്തിൽ, മാനത്തു തീർത്തൊരു ഗന്ധർവ രാജാങ്കണത്തിൽ, ചന്ദ്രിക പൊൻതാഴികക്കൂടം ചാർത്തുന്ന ഗന്ധർവ രാജാങ്കണത്തിൽ, ചന്ദ്രിക പൊൻതാഴികക്കൂടം ചാർത്തുന്ന ഗന്ധർവ രാജാങ്കണത്തിൽ, അപ്സര കന്യകൾ പെറ്റു വളർത്തുന്ന ചിത്രശലഭങ്ങൾ നിങ്ങൾ, ചിത്രശലഭങ്ങൾ നിങ്ങൾ, സ്വർഗത്തിൽ നിന്നും വിരുന്നു വരാറുള്ള ചിത്രശലഭങ്ങൾ നിങ്ങൾ. ഞാനറിയാതെന്റെ മാനസജാലക വാതിൽ തുറക്കുന്നു നിങ്ങൾ, ശില്പികൾ തീർത്ത ചുമരുകളില്ലാതെ ചിത്രമെഴുതുന്നു നിങ്ങൾ. 700 വർണ്ണങ്ങളാൽ എത്ര വാർമഴവില്ലുകൾ തീർത്തു, അങ്ങനെയല്ല, വർണ്ണങ്ങളാലത്ര കണ്ണുനീർ ചാലിച്ചെഴുതുന്നു മായ്ക്കുന്നു വർണ്ണവിധാനങ്ങൾ നിങ്ങൾ, വർണ്ണവിധാനങ്ങൾ നിങ്ങൾ. സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ. ഒരുപക്ഷെ താങ്കളെ അച്ഛൻ വളർത്തിയ ഒരു മകനാണെന്ന് കേട്ടിട്ടുണ്ട് അല്ലേ? താങ്കൾ ജനിച്ച ഏതാനും ദിവസങ്ങൾ ഉണ്ട്. അതെ, പക്ഷെ അല്ല, അച്ഛനും ശരിക്കും വളർത്തിയിട്ടില്ല. അച്ഛനും ടൂറാണ് എപ്പോഴും. ടേബിൾ ടെന്നീസ് കോച്ച് ആയതുകൊണ്ട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സിലായിരുന്നു അച്ഛൻ. അപ്പോൾ അതുകൊണ്ട് ഫുൾ കറക്കമായിരിക്കും. അപ്പോൾ എന്നെ വളർത്തിയത് എൻ്റെ ചിറ്റപ്പനും ചിറ്റയാണ്. എൻ്റെ ചിറ്റപ്പൻ എന്ന് പറയുന്ന, അതായത് എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന വ്യക്തി എന്ന് പറയുന്നത്, അദ്ദേഹം DYSP ആയിട്ട് റിട്ടയർ ചെയ്ത് മരിച്ചു. അദ്ദേഹത്തിൻ്റെ എൻ്റെ അമ്മയുടെ അനിയത്തി, അതാണ് ചിറ്റ. അവരാണ് എന്നെ വളർത്തിയത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, അദ്ദേഹം അന്ന് കൊല്ലത്തായിരുന്നു. എനിക്ക് 3 വയസ്സ് 4 വയസ്സുള്ള സമയത്ത്, 5 വയസ്സൊക്കെ ആ പ്രായത്തിൽ കൊല്ലത്തായിരുന്നു. അപ്പോൾ എല്ലാ വെള്ളിയാഴ്ച വൈകിട്ട് അങ്ങോട്ട് പോകും. എന്നിട്ട് തിങ്കളാഴ്ച രാവിലത്തെ ട്രെയിനിൽ തിരുവനന്തപുരത്തേക്ക് വരും. അപ്പോഴാണ് ഈ കരി വിഴുങ്ങിക്കൊണ്ടിരുന്നത് ഞാൻ. അതാണ്. ഈ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നാടകം അങ്ങനെ വല്ലതും ഉണ്ടായിരുന്നോ? കലാപരിപാടി? ഒന്നുമില്ല, ഒരു പരിപാടിയില്ല. സ്റ്റേജിലേ കയറിയിട്ടില്ല. പേടിയായിരുന്നു, ഭയങ്കര പേടിയായിരുന്നു സ്റ്റേജിൽ കയറാൻ.
എനിക്ക് സിനിമ കാണുന്നതേ പേടിയാണ്. ഞാൻ സിനിമയ്ക്ക് പോലും വീട്ടുകാരെല്ലാം കൂടെ സിനിമയ്ക്കുമ്പോഴും ഞാൻ കുരിഞ്ഞിരിക്കും, അല്ലെങ്കിൽ ഞാൻ ആ സീറ്റിൻ്റെ താഴെ ഇറങ്ങിയിരിക്കും. എനിക്ക് ഭയങ്കര പേടിയാണ് സിനിമ. ഹൊറർ സിനിമകളോ? ഹൊറർ സിനിമ എന്നല്ല, സിനിമ എന്ന് പറഞ്ഞാൽ തന്നെ പേടിയായിരുന്നു. എനിക്ക് എന്താണെന്നറിയില്ല. എനിക്ക് അതിനകത്ത് ആ പിക്ചർ കാണുമ്പോൾ തന്നെ അത് കൊച്ചിലെ അങ്ങനെ ഒരു ഇതായിപ്പോയി. അപ്പം പ്രത്യേകിച്ച് കുറച്ച് ആക്ഷനൊക്കെ വന്നാൽ ഭയങ്കര ടെൻഷനാണ്, കരയൊക്കെ ചെയ്യും തിയേറ്ററിൽ ഇരുന്ന്. അപ്പം എന്നെ വിട്ടിട്ട് പോകാൻ നോക്കില്ല, എന്നെയും കൊണ്ടുപോകണം. കാര്യം ചിറ്റപ്പനും ചിറ്റയ്ക്കും മക്കളില്ല. മക്കൾ പിന്നെ അവർക്ക്, എനിക്ക് 10 വയസ്സായപ്പോഴാണ് അവർക്കൊരു മകളുണ്ടായത്, എൻ്റെ അനിയത്തി എന്ന് പറയാൻ. അപ്പോൾ ആ ചെറിയ പ്രായത്തിൽ എന്നെയും കൂടെ എവിടെ പോയാലും കൊണ്ടുപോകും. അപ്പോൾ തിയേറ്ററിൽ ചിറ്റ സിനിമകളെല്ലാം കാണും. ഞാൻ സിനിമയ്ക്ക് പോകണമെന്ന് പറഞ്ഞാൽ എനിക്ക് എന്നെ എന്തോ കൊല്ലാൻ കൊണ്ടുപോകണമെന്നാണ് എൻ്റെ ഫീലിംഗ്. ഞാൻ തന്നെ സിനിമാക്കാരനായി എന്നുള്ളതാണ് ഏറ്റവും വലിയ കോമഡി. നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അല്ലെ, വിധി എന്താണ്, നിയോഗം. അതെ 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 അതെ, തീർച്ചയായിട്ടും. നമ്മൾ അങ്ങനെ ഒരുപാട് ആൾക്കാരെ ഇതുപോലെ പല രീതിയിൽ കണ്ടിട്ടുണ്ട്. ഇഷ്ടപ്പെടാത്ത സ്ഥലത്തേക്ക് എത്തുക. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ട് സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ല സിനിമാക്കാരനാവുന്നു. കാര്യം എനിക്ക് സിനിമ പേടിയായിരുന്നു. ഞാൻ പിന്നെ ഈ ഷോളെ ഇറങ്ങിയ സമയം, ആ സമയം പിന്നെ അങ്ങനെ കുറേ നല്ല ഇംഗ്ലീഷ് സിനിമകളൊക്കെ വന്ന കാലത്ത് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം കൂടെ, ആദ്യം ഫ്രണ്ട്സിൻ്റെ കൂടെ ഒന്നും വിടൂലായിരുന്നു, എല്ലാവരും എൻ്റെ പ്രായക്കാരല്ലേ. അപ്പം എൻ്റെ വേറെ 1-2 കസിൻസ് ഉണ്ടായിരുന്നു, അവരുടെ കൂടെയൊക്കെ സിനിമയ്ക്ക് വിടുമായിരുന്നു. അങ്ങനെ കുറേശ്ശെ കണ്ടപ്പോൾ ഇംഗ്ലീഷ് സിനിമയോട് ഭയങ്കര ഇഷ്ടമായി. കാര്യം അന്ന് ശരിക്കും സിനിമകൾ ഈ ശ്രീകുമാർ തിയേറ്ററിലും ശ്രീവിശാഖിലും ഒരുപാട് ഇംഗ്ലീഷ് സിനിമകൾ വരുമായിരുന്നു. ഓരോ ആഴ്ച വീതം മാറിക്കൊണ്ടേയിരിക്കും. ആ സിനിമകളെല്ലാം പോയി കാണുമായിരുന്നു. പിന്നെ ഹിന്ദി സിനിമകൾ, അമിതാഭ് ബച്ചൻ്റെയും ധർമ്മേന്ദ്രയുടെയും ശത്രുഘ്നൻ സിൻഹയുടെയൊക്കെ എല്ലാ സിനിമകൾക്കും പോകുമായിരുന്നു. അങ്ങനെ സിനിമയോട് പിന്നെ വലിയ സ്നേഹമായി. അപ്പോഴും അഭിനയിക്കണ കാര്യത്തിനെ പറ്റി ചിന്തിച്ചിട്ടേ ഇല്ല. ആ ഒരു സ്റ്റാർഡത്തിനെ പറ്റിയോ അങ്ങനെ ഒന്നും മനസ്സിൽ വന്നിട്ടേ ഇല്ല. പാട്ടിനോട് കമ്പുണ്ടായിരുന്നു അന്ന്? പാട്ട് കമ്പുണ്ടായിരുന്നു. പാട്ട് മൂടാറുണ്ട്? അതുണ്ട്. അത് പിന്നെ അച്ഛനും പാടുമായിരുന്നു, അമ്മയും പാടുമായിരുന്നു. അങ്ങനെ വീട്ടിലെല്ലാവരും പാടും. എൻ്റെ അമ്മയുടെ വീട്ടിലുള്ളവരും പാടും, അച്ഛൻ്റെ വീട്ടിലുള്ളവരും പാടും. അപ്പൊ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് മൂളിക്കൊണ്ട്? അതല്ലേ ഞാൻ പറഞ്ഞത്, സ്റ്റേജിൽ കയറാൻ പേടിയായിരുന്നു എനിക്ക്. അല്ല, വീട്ടിലൊക്കെ മൂളിക്കൊണ്ട് കാണുന്ന ഒരു പാട്ട് പാടുമായിരുന്നു. വീട്ടിലൊക്കെ പാടുമായിരുന്നു. ഏത് പാട്ടായിരുന്നു അപ്പോൾ ഏറ്റവും ഇഷ്ടം ചെറുപ്പകാലത്ത്? പാടാൻ പറയുമ്പോൾ ഒരു പാട്ട് പാടുമല്ലോ. ആര് എപ്പോൾ പറഞ്ഞാലും പാടുന്ന ഒരൊറ്റ പാട്ടുണ്ടായിരുന്നു, ശരണമയ്യപ്പ സ്വാമി ശരണം. ഇതെന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ തക്കാട് അയ്യപ്പൻ്റെ അമ്പലത്തിന് തൊട്ടടുത്താണ് താമസിക്കുന്നത്. അപ്പം ജനിച്ച കാലം പോലും കേൾക്കണത് ഈ പാട്ടാണ്. അപ്പോൾ ഇത് കേട്ട് ഇത് കംപ്ലീറ്റ് കാണാതെ അറിയാം. അപ്പോൾ ചില വീട്ടിൽ വിരുന്നുകാരൊക്കെ വരുമ്പോഴത്തേക്കും പറയടാ ശരണമയ്യപ്പ ഒഴിച്ച് ബാക്കി വേറെ എന്തെങ്കിലും നീ പാട്. അപ്പോഴും ഞാൻ അത് തന്നെ പാടും, കാര്യം എനിക്ക് അതേ അറിയാവുള്ളൂ. അങ്ങനെ അമ്മാവൻ ഭജനയ്ക്ക് പാടുമായിരുന്നു അല്ലേ? അമ്മാവൻ്റെ കൂടെ ഭജനയ്ക്ക് പോകുമായിരുന്നു. അങ്ങനെ ഒരു സംഗീത ട്രെയിനിങ്ങും കിട്ടിയിട്ടുണ്ട്. അതെ. അപ്പോൾ എനിക്ക് ഇപ്പോഴും ഭജനകളെല്ലാം കൂടെ ഒന്ന് പാടണം, എന്നിട്ട് അതൊരു ആൽബം പോലെ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ അടുത്ത് പറഞ്ഞതൊക്കെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും നടക്കട്ടെ എത്രയും പെട്ടെന്ന്. ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ, ശബരിഗിരിനാഥ സ്വാമി ശരണമയ്യപ്പ, ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ, ശബരിഗിരിനാഥ സ്വാമി ശരണമയ്യപ്പ. മണ്ഡലം നോയമ്പു നോറ്റു അക്ഷരലക്ഷം മന്ത്രങ്ങൾ ശരണമയ്യപ്പ
താങ്കളൊരു നടനായിട്ട് ഏറ്റവും ആദ്യം മറ്റൊരു അപരിചിതൻ തിരിച്ചറിഞ്ഞത് എങ്ങനെയാണ്? അതിനെക്കുറിച്ച് പറയാമോ? ഇത് നമ്മൾ സിനിമയെ കണ്ട ആളാണല്ലോ എന്ന് ചൂണ്ടി പറഞ്ഞത് ആരായിരിക്കും? അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ ജീവിതത്തിൽ? അങ്ങനെ അനുഭവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതൊരു രസകരമായ ഒരു അനുഭവമുണ്ട്. ഞാൻ KL7 95 എറണാകുളം നോർത്ത് എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ കൊച്ചിയിലാണ്. അപ്പോൾ കോട്ടയം നസീർ, പിന്നെ ഈ പാലക്കാടുള്ള ഷാജു, ഇവരൊക്കെ. അപ്പം ഞാൻ കുറച്ചുകൂടെ സീനിയറാണ്. ഞാനപ്പോൾ സിനിമയിൽ വന്നിട്ട് എന്തായാലും ഒരു 5-6 കൊല്ലമായി. ഇവർ തുടക്കക്കാരാണ്. ഇവർ ചിലർ ആദ്യത്തെ സിനിമയൊക്കെ. അങ്ങനെ ഞങ്ങൾ ആ സിനിമ ഷൂട്ടെടുത്തപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു, അന്ന് ഗോശ്രീ പാലം ഇല്ല. ആ പാലം തുടങ്ങുന്ന സ്ഥലത്ത് ഒരു കാട് പിടിച്ചടക്കുക അവിടെയാണ് നമ്മൾ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യണത്. അപ്പോൾ എൻ്റെ അടുത്ത് നമുക്കൊന്ന് പോയി ഒരു ജ്യൂസ് കുടിച്ചിട്ട് അവിടെ ആ ജെട്ടിയിലോട്ട് പോണ വഴിക്ക് നല്ല ജ്യൂസ് കിട്ടും. അവിടെ ചെന്നിട്ട് ഞങ്ങൾ 5-6 പേര് ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ കടയിലെ ജ്യൂസുകാരൻ ഇങ്ങനെ ജ്യൂസ് അടിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് പെമ്പിള്ളേർ, കോളേജ് വിട്ട് പെമ്പിള്ളേർ ഇങ്ങനെ നടന്നു വരണം. അപ്പം ഈ നസീറും ഷാജും എല്ലാം കൂടെ പറഞ്ഞ്, അണ്ണാ നിങ്ങൾ ഫ്രണ്ടിലോട്ട് ഇല്ല, ഞങ്ങളെയൊന്നും തിരിച്ചറിയില്ല, നിങ്ങളെ കണ്ടാൽ തിരിച്ചറിയും, നിങ്ങളൊന്ന് ഫ്രണ്ടിലോട്ട് നില്ലെന്നൊക്കെ പറഞ്ഞ് എന്നെ ഞാൻ പറഞ്ഞു ശരി എനിക്കായിട്ട് നാണം, ഫ്രണ്ടിലോട്ട് നില്ലെന്ന്. അങ്ങനെ നിന്നപ്പം ഈ പിള്ളേർ എന്നെ കണ്ടപ്പോൾ മനസ്സിലായി എന്നെ. അപ്പോൾ അവർ വളരെ ചെറിയൊരു നടൻ അത്രേ ഉള്ളൂ. അപ്പോൾ അവർ ഇങ്ങനെ ചിരിച്ചിട്ട് അങ്ങ് പോയി. അപ്പം ഈ ജ്യൂസ് അടിക്കുന്ന ആളിതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക നമ്മുടെ ഈ ചേഷ്ടകൾ. ഞങ്ങൾ പറയണമെന്ന് അവർക്ക് മനസ്സിലാവണമില്ല, അയാൾ കേട്ടിട്ടില്ല, മിക്സറിൻ്റെ സൗണ്ട് കാരണം. എന്നിട്ട് ഈ പെൺകുട്ടികൾ ഇങ്ങനെ നടന്ന് പാസ് ചെയ്ത് ചിരിച്ചിട്ട് ഇങ്ങനെ പാസ് ചെയ്ത് പോയപ്പോഴത്തേക്കും നമ്മൾ രോമാഞ്ചപ്പുളകിതരായി. അപ്പോഴത്തേക്കും ഈ ജ്യൂസ് അടിച്ചോണ്ടിരിക്കുക. അതിനിടയിൽ ഞങ്ങളെ നോക്കിയിട്ട് പാവം പിള്ളേർ അവർ കഴിച്ചത് ഇയാൾ ഏതോ സിനിമ കാണാനാണെന്ന് ഞാനങ്ങോട്ട് ചമ്മിയിട്ടുണ്ടോ. ഇവരെല്ലാം കൂടെ വീശി എന്നെ അണ്ണാ പോട്ടണ്ട, സാരമില്ല, നിങ്ങൾ വിഷമിക്കണ്ട ഏട്ടാ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ആ കടയിലൊരു പയ്യൻ നിന്ന് അവൻ നേരെ വന്ന് ഇയാളുടെ ചെവിയിൽ പറഞ്ഞു, അയാൾ ശരിക്കും സിനിമ കാണാനാണ് കേട്ടാന്ന്. ഇയാൾ ഈ ജ്യൂസിനിട്ടിട്ട് പൊക്കളഞ്ഞകത്ത് കയറി. അയാൾക്ക് ചമ്പലായി. കാര്യം അയാൾക്കറിയില്ല ഞാൻ നടനാണോ എന്നുള്ളത്. അപ്പം നടനായിട്ടൊന്ന് ഷൈൻ ചെയ്ത് നിന്നതാ. അത് മണ്ടയിൽ മറ്റേ ഇരുമ്പ് കമ്പി എടുത്ത് അടിച്ചണക്കായപ്പോൾ ഇയാൾ. അവർ വിചാരിച്ചു നിങ്ങളേതോ സിനിമ നടനാണെന്ന്. ആ സമയത്ത് ഏതെല്ലാം ചിത്രങ്ങൾ താങ്കളുടെ വന്നിട്ടുണ്ട് താങ്കളുടെ ശരിക്കും പറഞ്ഞാൽ? ഓർമ്മയില്ല. അതിന് മുമ്പ് വന്ന കിഴക്കണരും പക്ഷിയുണ്ട്, ചരിത്രമുണ്ട്, പിന്നെ അങ്ങനെ ഏതൊക്കെയോ കുറച്ച് സിനിമകളൊക്കെ ചെയ്തല്ലോ. ഈ ഓട്ടോ അഭിനയിച്ചു. കാശ്മീരൊക്കെ വന്നു. കാശ്മീർ അതിന് മുമ്പാണോ എന്ന് അറിയില്ല, എനിക്ക് ആ വർഷം ഓർമ്മയില്ല. അതാണ് കാശ്മീരത്തിൽ ഒരു തീവ്രവാദി 93 സഞ്ജയ് എന്ന് പറഞ്ഞ കഥാപാത്രമായിരുന്നു. ഒരു തീവ്രവാദിയായിട്ട് ഒരു മാരുതി വാനൊക്കെ ആയിട്ട്. പൂർണ്ണ സമയം തീവ്രവാദിയല്ല, വല്ല ചില്ലറയും തടഞ്ഞാൽ തീവ്രമാക്കാം എന്നുള്ള രീതിയിൽ പോകുന്ന ഒരു ഭ്രാന്ത്. മധുപാലിന്റെ ഒരു സുഹൃത്ത്. മധുപാലിന്റെ ഒരു എൻട്രി ആയിരുന്നല്ലോ. ഒരു മധുപാൽ സിനിമയിലുണ്ടായിരുന്നു. അദ്ദേഹം അസിസ്റ്റന്റ് അസോസിയേറ്റ് ഡയറക്ടറൊക്കെ ആയിട്ട് ഒരുപാട് വർഷങ്ങളായിട്ട് അഭിനയത്തിലേക്ക് അതും വളരെ യാദൃശ്ചികമായിട്ട് കയറി വന്നതാണ്. ആളെ കിട്ടാതെ വന്നപ്പോൾ പിടിച്ച് അഭിനയിപ്പിച്ചു. അത് ആവേശം ചെയ്യേണ്ടിയിരുന്ന വേറൊരു പയ്യനാണ്. അയാൾ അവിടെ വന്ന് 3 ദിവസം ഷൂട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് കരച്ചില്ല, വീട്ടിൽ പോകണമെന്ന് തോന്നുന്നു, ഹോം സിക്ക് ആയിപ്പോയി. അങ്ങനെ അയാളെ പറഞ്ഞു വിട്ടു. പക്ഷേ ഡൽഹിയിൽ പെട്ടെന്ന് ഒരാളെ കണ്ടുപിടിക്കണ്ടേ. അപ്പോഴാണ് ആരാ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ആരോ സജസ്റ്റ് ചെയ്തു, അതുപോലെ നിൽക്കില്ലേ, നല്ല സുന്ദരനായ തീവ്രവാദി ഇവിടെ ഇരിക്കില്ലേ, ഇനി ഇവിടെ പോകുന്നുണ്ട്. അങ്ങനെ പിടിച്ച് മേക്കപ്പ് ഇട്ട് അഭിനയിപ്പിച്ചതാ. കൃഷ്ണകുമാറൊക്കെ ഉണ്ടായിരുന്ന സിനിമ. കൃഷ്ണകുമാറൊക്കെ ഉണ്ടായിരുന്നു. കൃഷ്ണകുമാറിന് കൃഷ്ണകുമാർ, ലാലു അലക്സ് എല്ലാം. അതെ, നല്ലൊരു പാട്ടും ഉണ്ടായിരുന്നു അല്ലേ, ഒരു നീ വാരളം ചന്ദ്രലേഖ. അതിനകത്ത് ഞാൻ ക്യാമറമാൻ അഭിനയിക്കുന്നത് താജ്മഹലിന്റെ മുമ്പിലായിരുന്നു. അതെ, താജ്മഹലിന്റെ മുമ്പിലല്ല, ശരിക്കും പുറകില, യമുനാ നദിയുടെ പുറകില. ഫ്രണ്ട് ഷൂട്ടിങ്ങിന് പെർമിഷൻ കൊടുക്കില്ല. ഞങ്ങൾ അവിടെ ചെല്ലുമ്പോഴാണ് പെർമിഷൻ ഇല്ലെന്ന്. പിന്നെ ഞങ്ങൾ പുറകെ വന്ന് ഷൂട്ട് ചെയ്തു. അപ്പം ഈ മണലാണ് അവിടെ. അപ്പോൾ ഇവരിങ്ങനെ ഡാൻസ് ചെയ്യുമ്പോഴത്തേക്കും ഒറിജിനൽ ക്യാമറ വച്ചിട്ടുണ്ട്. അതിൻ്റെ ഫ്രണ്ടിൽ ഈ ഫേക്ക് ട്രോളി ട്രാക്ക് ഇട്ടിട്ട് ട്രോളി വെച്ച് ക്യാമറ, അതിൽ ആ ക്യാമറയിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ എന്നെയും കൂടെ ഉൾപ്പെടുത്തിയാണ് ആ ഷോട്ട്. അതിങ്ങനെ വന്നു. ഈ ഒറിജിനൽ ക്യാമറ ട്രോളിയിൽ പോകുന്നത് നോക്കാൻ ആളുണ്ട്. ഇത് ഡ്യൂപ്ലിക്കേറ്റ് ഐറ്റം ആയതുകൊണ്ട് ഇത് നോക്കാൻ ആളില്ല. ഇവിടെ ചെന്നപ്പോൾ പിടിച്ചു വയ്ക്കാൻ ആളില്ലായിരുന്നു. ഞാനും ട്രാക്കും ക്യാമറ എല്ലാം കൂടെ തലകുത്തന്നെ അവിടെ ചെന്ന് വീണു. ആരെങ്കിലും പിടിച്ചാലേ നിൽക്കുള്ളൂ. പിടിച്ചു, ആരോ പിടിച്ചു. പക്ഷെ ഭയങ്കര ഇതിലായിട്ട് പിടിച്ചു. അവൻ്റെ കയ്യിൽ നിന്ന് പോയി നേരെ എല്ലാം കൂടെ താഴെ വന്നു. ആ ക്യാമറയിൽ മണ്ണിൽ വീണു. വെള്ളമൊന്നും ഇല്ലായിരുന്നു, മണ്ണിലാണ് വീണത്. ഈ പാട്ടെടുക്കുമ്പോഴാണ് പോരു നീ വാരളം ചന്ദ്രലേഖ. ചന്ദ്രലേഖേ ഷാജഹാൻ തീർത്തൊരീ രംഗഭൂമി. ഒരു നീ വാരിളം ചന്ദ്രലേഖേ ഷാജഹാൻ തീർത്തൊരീ രംഗഭൂമി. ഉള്ളി മൂളും സാരംഗീ നിൻ ശ്രീലാലാപം കേൾക്കും നേരം നൂപുരം കുരുക്കുമീ യമുന ധന്യയാൻ. ചന്ദ്രലേഖേ ഷാജഹാൻ തീർത്തൊരീ രംഗഭൂമി.
കാശ്മീരത്തിൽ വനലത ചാഞ്ചാടും നിറവള്ളിക്കുടിലിലെ വരമൊഴിരാതെ നിൻ ഗീതമാവാൻ. വനലത ചാഞ്ചാടും നിറവള്ളിക്കുടിലിലെ വരമൊഴിരാതെ നിൻ ഗീതമാവാൻ. സ്വർണ്ണത്തേരിൽ വരും മായക്കണ്ണനെ നിൻ മടുമല നീമുനയാൽ മൂടുമോ. ഒരു നീ വാരിളം ചന്ദ്രലേഖേ ഷാജഹാൻ തീർത്തൊരീ രംഗഭൂവിൽ. കാറ്റിൻ കരകമലങ്ങൾ വിതറിയ മേഘം ചാർത്തും നക്ഷത്രങ്ങൾ. ആരു പ്രിയതരമായി നിൻ മണിമുടി മൂടാൻ തേടും മുത്താകുമ്പോൾ. ശുഭലയ ദർശനേ നിന്നെത്തിപ്പൊട്ടിടാൻ സുമധുര ചന്ദനം ചാലിക്കുമ്പോൾ. ശുഭലയ ദർശനേ നിന്നെത്തിപ്പൊട്ടിടാൻ സുമധുര ചന്ദനം ചാലിക്കുമ്പോൾ. കുംഭപൗർണമിതൻ തങ്കക്കൈവിരലിൽ ഒരു മണിമോതിരമായി മിന്നിനാൻ. ഒരു നീ വാരിളം ചന്ദ്രലേഖേ ഷാജഹാൻ തീർത്തൊരീ രംഗഭൂവിൽ. ഉള്ളി മൂളും സാരംഗീ നിൻ ശ്രീലാലാപം കേൾക്കും നേരം നൂപുരം ഒരുക്കുമീ യമുന ധന്യയാൻ. ഒരു നീ വാരിളം ചന്ദ്രലേഖേ ഷാജഹാൻ തീർത്തൊരീ രംഗഭൂവിൽ. സിനിമയിൽ അപ്പോൾ പാടണം അങ്ങനെ വല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ശരിക്കും? അഭിനേതാവായി കഴിഞ്ഞപ്പോൾ പാട്ടിൽ അഭിനയിക്കണം, അതല്ലെങ്കിൽ ശബ്ദം കൊടുക്കണം. പാട്ടിൽ അഭിനയിക്കണം എന്ന് ആഗ്രഹിച്ചു. അത് പാടി, ഞാൻ പാടി ഡാൻസ് ചെയ്യുകയൊക്കെ ചെയ്തല്ലോ. ഏതായിരുന്നു ആദ്യം അങ്ങനെ പാടി ഡാൻസ് ചെയ്തൊരു പാട്ട്? അത് ആ പ്രണയവർണ്ണങ്ങളിലെ പാട്ട്, ആലയിലോ പുല്ലയിലോ ആയിരിക്കും. അതും സി വി മലയിലിൻ്റെ. അതെ അതെ അതെ. പിന്നെ അതല്ലാതെ ചില സിനിമകളിലൊക്കെ ഈ ചില ബിറ്റുകൾ പാടാനുള്ള അവസരം കിട്ടും. അങ്ങനെ പാടിയിട്ടുണ്ട്. ഒരു പാട്ട് ഫുള്ളായിട്ട് അങ്ങനെ ഇല്ല. അങ്ങനെ പാടിയിട്ടുള്ള അങ്ങനെ ഞാൻ സീരിയലിൽ പാടിയിട്ടുണ്ട്. സീരിയലിൽ ദേവി മാഹാത്മ്യം എന്ന് പറഞ്ഞ സീരിയലിനകത്ത് ഞാൻ നാരദനായിട്ട് അഭിനയിച്ചു. അപ്പോൾ അതിനകത്ത് പൊൽത്തിങ്കൽ കല എന്ന് പറഞ്ഞ പാട്ട് ഫുള്ള്, അതിനകത്ത് ഒറിജിനൽ സിനിമയിൽ നാരദനാണ് ആ പാട്ട് പാടുന്നത് കൈലാസത്തിലേക്ക് പോകുമ്പോൾ. അതേപോലെ സീരിയലിനകത്ത് ഞാൻ ആ പൊൽത്തിങ്കൽ കല എന്ന് പറഞ്ഞാൽ അതേ പാട്ട് തന്നെ. കാര്യം അത് അവർക്ക് തന്നെ മെറിലാൻഡിൻ്റെ സിനിമയായിരുന്നു. അപ്പോൾ അവരുടെ തന്നെ ആയിരുന്നു സീരിയൽ. അപ്പോൾ അവരുടെ റൈറ്റ്സിൻ്റെ പ്രശ്നമൊന്നുമില്ല, അവരുടെ തന്നെയാണ് റൈറ്റ്സ്. അങ്ങനെ അത് പാടിയിട്ടുണ്ട്. പാടി. പക്ഷെ അതിൻ്റെ ഈ ഇതില്ല, വീഡിയോ അന്നൊന്നും ഇതില്ലല്ലോ. നമുക്ക് വീഡിയോ ഇത് 2006 8 കണ്ടായിരുന്നു. അത് എടുക്കാവത്തില്ല. അത് ONV ദേവരാജൻ ടീമിൻ്റെ പാട്ടാണ്. അതെ അതെ, അത് ഉഗ്രം പാട്ടല്ലേ. അപ്പോൾ അത് അങ്ങനെ പാടാൻ സാധിച്ചു, അതൊരു ഭാഗ്യം. പിന്നെ ചെറിയ ചെറിയ ബിറ്റുകളൊക്കെ പാടിയിട്ടുണ്ട്. പിന്നെ പാടാൻ ആഗ്രഹമുണ്ട്, സിനിമയിൽ പാടാൻ ആഗ്രഹമുണ്ട്. ആരെങ്കിലും തന്നാലല്ലേ പാടാകുള്ളൂ. എന്തായാലും നടക്കട്ടെ അത്രയും ആഗ്രഹങ്ങൾ. ഒരു പാട്ട്, ഒരു സുഹൃത്ത് ഒരു പടം എടുക്കാൻ വേണ്ടിയിട്ട് പാട്ടൊക്കെ റെക്കോർഡ് ചെയ്തു. ഒരു പാട്ട് ശരിക്കും ഞാൻ പാടിയിട്ട് ഒരു പാട്ട് റെക്കോർഡ് ചെയ്തു. പക്ഷേ ആ സിനിമ നടന്നില്ല. അതാണ് പിന്നെ പറ്റിയത്. അത് ഇനി എന്ന് നടക്കുമെന്ന് അറിയില്ല. നടന്നാ ഭാഗ്യം. പാട്ട് പാടാമോ നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി രണ്ടുപേരും? ഓർമ്മ വരുന്നത് ഈ പറഞ്ഞ പോലെ, ഈ പണ്ട് ഞാൻ പറഞ്ഞില്ലേ ഈ പാട്ടൊഴിച്ച് വേറെ ഏത് പാട്ടുണ്ടെങ്കിൽ പാടിക്കുന്നത് സ്ഥിരം കേട്ട് അതുപോലെ സ്ഥിരമായിട്ട് പാടുന്ന കുറച്ച് പാട്ടുകളെ. അപ്പം നമുക്കൊരു പാട്ട് കേൾക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ ബാബുക്കയുടെ ഭയങ്കര ഫാനാണ്. അപ്പോൾ ബാബുക്കയുടെ ഒരു പാട്ട് കേൾക്കാം, അതിനകത്ത് ഒരു 2 വരി പാടാം. സുറുമയെഴുതിയ മിഴികളെ പ്രണയമധുരത്തേൻ തുളുമ്പും സൂര്യകാന്തി പൂക്കളേ സുറുമയെഴുതിയ മിഴികളേ. ഓക്കെ, പിന്നെ ബാക്കി കൂടി പാടാമായിരുന്നു ശരിക്കും. അത് ബാക്കി ദാസേട്ടൻ പാടിയത് കേൾക്കാൻ നോക്കാം, അതാ നല്ലത്.
തേൻ തുളുമ്പും സൂര്യകാന്തേ പൂക്കളെ സുറുമയെഴുതിയ മിഴികളെ പ്രണയമധുര തേൻ തുളുമ്പും സൂര്യകാന്തേ പൂക്കളെ സുറുമയെഴുതിയ മിഴികളെ ജാലകത്തിരശീല നീക്കി ജാലമെറിയുവതെന്തിനോ ജാലകത്തിരശീല നീക്കി ജാലമെറിയുവതെന്തിനോ തേൻ പുരട്ടിയ മുള്ളുകൾ നീ കരളിലെറിയുവതെന്തിനോ സുറുമയെഴുതിയ മിഴികളെ ഒരു കിനാവിൻ ചിറകിലേറി ഓമനാളെ നീ വരൂ ഒരു കിനാവിൻ ചിറകിലേറി ഓമനാളെ നീ വരൂ നീലമിഴിയിലെ രാഗലഹരി നീ പകർന്നു തരൂ തരൂ സുറുമയെഴുതിയ മിഴികളെ പ്രണയമധുര തേൻ തുളുമ്പും സൂര്യകാന്തേ പൂക്കളെ സുറുമയെഴുതിയ മിഴികളെ. താങ്കൾക്ക് ഒരു പൊതുജീവൻ തന്ന കഥാപാത്രം ശരിക്ക് സ്പിരിറ്റിലെ മണിയൻ അല്ലേ? തീർച്ചയായിട്ടും ആ സിനിമയാണ്. പക്ഷെ ആ സിനിമ കിട്ടാനൊരു കാരണക്കാരനായ ഒരു സിനിമയുണ്ട്. അത് അടൂർ സാറിൻ്റെ 4 പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞ സിനിമയാണ്. ആ സിനിമയാണ് ശരിക്കും ഞാൻ ആദ്യമായിട്ട് സീരിയസ് ആയിട്ടൊരു കഥാപാത്രം ചെയ്തത്. അത് 2008-09 അങ്ങോട്ടാണെന്ന് തോന്നി ഓർമ്മ. 4 പെണ്ണുങ്ങൾ. ആ അപ്പോൾ അതിനകത്ത് ആ സിനിമ ഇവിടെ നമ്മുടെ IFFKയിൽ വന്നിരുന്നു, ഫിലിം ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു. അന്ന് ഈ രഞ്ജിത്തേട്ടൻ ഉൾപ്പെടെയുള്ള ഒരുപാട് ഡയറക്ടേഴ്സ് ആ സിനിമ കണ്ടു. അപ്പോൾ അവരൊക്കെ വെളിയിറങ്ങി വന്ന് എന്നെ അപ്രിഷ്യേറ്റ് ചെയ്തു. എന്നിട്ട് നന്ദു നീ ഇത്ര സീരിയസ് ആയിട്ട് അഭിനയിക്കും നമ്മൾ അറിഞ്ഞില്ല എന്ന്. ഞാൻ പറഞ്ഞത് ആരെങ്കിലും തന്നാലല്ലേ എനിക്ക് അഭിനയിക്കാക്കൂ. അടൂർ സാർ എൻ്റെ പടങ്ങൾ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് ആ സീരിയസ് വേഷം തന്നു. സാറിൻ്റെ ഈ കോമാളി വേഷങ്ങൾ കണ്ടിരുന്നെങ്കിൽ സാർ ഒരിക്കലും എന്നെ അടുപ്പിക്കില്ലായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരു ഭാഗ്യത്തിൽ അത് ചെയ്യാൻ സാധിച്ചു. അത് കണ്ടിട്ടാണ് എന്നെ രഞ്ജിയേട്ടൻ തിരക്കഥ എന്ന് പറഞ്ഞ സിനിമയിൽ വിളിച്ചത്. തിരക്കഥയിൽ വളരെ സീരിയസ് ക്യാരക്ടറായിരുന്നു. വളരെ ഒരു ചേഞ്ച് ഓവറുള്ള, അതായത് ഒരു യങ് സ്റ്റേജിൽ നിന്ന് വയസ്സാവുന്നവരുള്ള ഇതൊക്കെയുള്ള ഒരു ചെറുപ്പമുണ്ട്. 3-4 ഗെറ്റപ്പ് ചേഞ്ച് ഉണ്ട് അതിനകത്ത്. അങ്ങനെ ആ സിനിമ ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് എന്നെ ഇതിന് വിളിച്ചത്, സ്പിരിറ്റിലേക്ക് വിളിച്ചത്. സ്പിരിറ്റ് പിന്നെ സിനിമയും ഭയങ്കര സക്സസ്ഫുള്ളായി. ആ കഥാപാത്രവും എല്ലാവരും ശ്രദ്ധിച്ചു ആ കഥാപാത്രം അല്ലേ? അതെ, ശരിക്കും പറഞ്ഞാൽ ആൾക്കഹോളിക്കായ ഒരു ക്യാരക്ടർ അല്ലേ അതെ അതെ മണിയൻ? അതെ. പക്ഷേ അത് നമ്മൾ സാധാരണ അവതരിപ്പിക്കുന്ന കള്ളോടിയൻ കഥാപാത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. ഒരു പ്ലംബറായി അഭിനയിച്ച്. അതെ 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 അതെ. അല്ല, അതാണ് രഞ്ജിയേട്ടൻ വിളിച്ചപ്പോൾ, ഈ സിനിമയ്ക്ക് വേണ്ടി വിളിച്ചപ്പോൾ പറഞ്ഞതാണ്. ഒരു മദ്യപാനിയുടെ വേഷമാണ്. അപ്പോൾ അത് അഭിനയിച്ച് നശിപ്പിക്കുകയും ചെയ്യാം, നന്നാക്കുകയും ചെയ്യാം. നന്നാക്കിയാൽ നിൻ്റെ ജീവിതം രക്ഷപ്പെടും. ഏത് വേണം നീ തന്നെ തീരുമാനിച്ചതെന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചത്. അങ്ങനെയാണ് പോയി അഭിനയിച്ചത്. അതൊരു എന്താ പറയണേ, ഈ പറഞ്ഞ പോലെ കാത്തിരുന്ന പഴയ ചൊല്ലുണ്ടല്ലോ, എവരി ഡോഗ് ഹാസ് എ ഡേ എന്നുള്ളത്. അപ്പോൾ അത് ആ കാത്തിരിപ്പ് 25 വർഷത്തെ കാത്തിരിപ്പിന് ഫലമുണ്ടായി എന്നുള്ളതാണ്. ഒരുപക്ഷെ അതുപോലെ തന്നെ താങ്കൾക്ക് ഒരു മുഴുനീള കഥാപാത്രം കിട്ടിയ സിനിമയായിരുന്നു ഒറ്റമന്താരം. പക്ഷേ സിനിമ വിജയിക്കാത്തതുകൊണ്ട് ഒരുപക്ഷെ ശ്രദ്ധിക്കാതെ പോയതായിരിക്കും. അതെ, ടൈറ്റിൽ റോള് പോലെ വന്നതല്ലേ അത്? അതെ, ഒറ്റമന്താരം ഞാൻ അതുപോലെ 2-3 വട്ടം ചെയ്തു. ആൾരൂപങ്ങൾ എന്ന് പറഞ്ഞ സിനിമ ചെയ്തു. ആ സിനിമ പനോരമ സെലക്ഷൻ പോയി. അതും നല്ല പേര്. അത് കണ്ടവരൊക്കെ ഇപ്പോഴും അത് ഇടയ്ക്ക് ഏതോ ചാനലിൽ വരണുണ്ട്. പിന്നെ അത് യൂട്യൂബിലുണ്ട് ആ പടം. അപ്പോൾ അത് കണ്ട ഒരുപാട് ആൾക്കാർ എന്നെ വിളിച്ചിട്ടുണ്ട്. അത് ഉഗ്ര സിനിമയായിരുന്നല്ലോ, ഓടാത്തതെന്ന്. ഞാൻ ഓടാത്തതെന്ന് പറഞ്ഞാൽ ഞാനാണ് എൻ്റെ നായക, അതുകൊണ്ട് ഓടിയില്ല അത്ര തന്നെ.
അത് തിയേറ്ററിൽ എവിടെ ഓടാൻ, ആ പ്രൊമോട്ട് ചെയ്യാൻ പോലും, ആ തിയേറ്ററിൽ വന്ന സമയത്ത് പോലും ആ ഡയറക്ടറിൻ്റെ റിലേറ്റീവ്സ് കോഴിക്കോട് എവിടെ കാണാൻ ചെന്നപ്പോഴത്തേക്കും അവർ പറഞ്ഞു, അയ്യേ ഇത് അവാർഡ് പടം, നിങ്ങൾ വേറെ പടത്തിന് കാണിയെന്ന് പറഞ്ഞാൽ തിയേറ്ററുകാർ പല സിനിമകൾക്കും നല്ല പ്രചോദനം കൊടുക്കാറുണ്ട്. അവർക്ക് ഈ സിനിമ ഓടുന്ന അവർക്ക് പ്രശ്നമേ അല്ല, അവന് ശമ്പളം വാങ്ങിച്ചാൽ മതിയല്ലോ. അവർ പറയുന്നു നിങ്ങൾ വേറെ സിനിമ വരെ കാണാം, ഇത് കാണല്ലേ എന്ന്. കണ്ടവരെല്ലാം എത്ര ആൾക്കാരെന്നറിയാമോ എന്നെ ആ സിനിമ കണ്ടിട്ട് വിളിച്ചത്. ആരായിരുന്നു എൻ്റെ ഡയറക്ഷൻ? ആ സിനിമ പ്രേംകുമാർ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ സിനിമയായിരുന്നു. അദ്ദേഹം ഒരു ചെറിയ പടം നേരത്തെ എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അദ്ദേഹം നമ്മുടെ ട്രിവാൻഡ്രം എയർപോർട്ടിൽ ജോലിയുള്ള ഒരു ഉദ്യോഗസ്ഥരായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമയാണ് ഇത്. അദ്ദേഹം തന്നെയാണ് നിർമ്മിച്ചത്. അദ്ദേഹത്തിൻ്റെ അളിയനും കൂടിയാണ് നിർമ്മിച്ചത്. അപ്പോൾ അതാണ് ആൾരൂപങ്ങൾ. പിന്നെ അതല്ലാതെ പിന്നെ ഒരു പടം കൂടെ ചെയ്തു. MD സുകുമാരൻ എന്ന് പറഞ്ഞാൽ ക്യാമറാമാൻ ഡയറക്റ്റ് ചെയ്തൊരു സിനിമയുണ്ട്, പശു എന്ന് പറഞ്ഞാൽ. ആ സിനിമ ലാസ്റ്റ് മിനിറ്റിൽ വരെ സ്റ്റേറ്റ് അവാർഡിന് ഞാനും ഇന്ദ്രൻസും മാത്രമായിരുന്നു സ്റ്റേറ്റ് അവാർഡ് ലാസ്റ്റ് വരെ വന്നത്. അന്ന് ചാനലുകാരൊക്കെ എന്നെ വിളിച്ചു രാവിലെ 12 മണിക്ക് എവിടെ കാണാൻ അനൗൺസ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ അടുത്തൊന്നും വരണ്ട, അവാർഡ് ഇന്ദ്രൻസിനെ കിട്ടുള്ളൂ, അങ്ങോട്ട് പോയാൽ മതി, കുമാരപുരത്ത് പോയാൽ മതി എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സംഭവിച്ചു, അദ്ദേഹത്തിനാണ് അവാർഡ് കിട്ടിയത്. അങ്ങനെ ഇതുപോലത്തെ ചില സിനിമയിൽ ലാസ്റ്റ് മിനിറ്റ് വരെയൊക്കെ നല്ല വേഷങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതെ, ഓർക്കുന്ന വേഷങ്ങൾ മറ്റേതെല്ലാമാണ് ശരിക്കും പറഞ്ഞാൽ. ഇതുപോലെ എടുത്തു പറയാം പോലെ തന്നെ നല്ല വളരെ സീരിയസ് ആയിട്ടുള്ള കഥാപാത്രം ചെയ്തതാണ് കുഞ്ചാക്കോ ബോബൻ്റെ കൂടെ വിശുദ്ധൻ എന്ന് പറഞ്ഞ സിനിമ. ആ സിനിമയും വളരെ സക്സസ്ഫുൾ ആയില്ല. തിയേറ്ററിലൊക്കെ ഒന്നും ഓടിയിട്ട് പോയി, പക്ഷേ ഒരു ആവറേജ് ആയിട്ട് പോയ സിനിമയാണ്. ആ സിനിമയും കുറച്ച് സക്സസ്ഫുൾ ആയിരുന്നെങ്കിൽ അതിലും കുറച്ച് നല്ല പേര്. കാര്യം വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കഥാപാത്രമാണ് ചെയ്തത്. അപ്പം അതുപോലെ കുറേ ഇത്രയും ഇതല്ലെങ്കിൽ പോലും അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു താങ്കൾക്ക് ഒരു ഇമേജിൻ്റെ തടവറ ഇല്ലെന്ന്. കാരണം ഫാദറായിട്ട് അഭിനയിക്കാനും താങ്കളെ വിളിക്കുന്നു, അതേസമയം ഒരു മദ്യപാനിയായിട്ട് അഭിനയിക്കാനും നെഗറ്റീവ് റോൾസിനും വിളിക്കുന്നു. അങ്ങനെ ഈ അടുത്ത കാലത്തായിട്ട് കാണുന്നത് എല്ലാ സിനിമയിലും പോലീസ്. ഇപ്പം എത്ര സിനിമ അടുപ്പിച്ച് പോലീസ്, അതായത് ഹെഡ് കോൺസ്റ്റബിൾ, ASI, SI, സർക്കിൾ ഇൻസ്പെക്ടർ, DYSP, വീണ്ടും ഡീമർബോണ്ട് ചെയ്തിട്ട് ഹെഡ് കോൺസ്റ്റബിൾ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഓടിച്ചോണ്ടിരിക്കുക. അല്ലെ, താങ്കൾ ശ്രദ്ധിച്ചിട്ടില്ലേ താങ്കളെ കാസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ഫാദറായിട്ടും കാസ്റ്റ് ചെയ്യുന്ന അതേ വ്യക്തി തന്നെ മദ്യപാനിയായിട്ടും കാസ്റ്റ് ചെയ്യാൻ? അല്ല, ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. ആർട്ടിസ്റ്റ് പല പല വേഷങ്ങൾ ഇടുക എന്നുള്ളതാണല്ലോ. നമ്മൾ ഏത് വേഷത്തിലേക്ക് പ്രവേശിക്കുന്നോ അതാവുക എന്നുള്ളതാണ്. അപ്പോൾ അത് തരുന്നത്, ഓരോ വേഷം തരുന്നത് ഓരോ ചാലഞ്ചാണ്. അത് അഭിനയിച്ച് ഫലിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ചുമതല എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമായിരിക്കും, അല്ലെങ്കിൽ പറ്റും എന്ന വിശ്വാസമുള്ളവരാണ് നമ്മളതിനെ വിളിക്കുന്നത്. അപ്പോൾ അത് നമ്മളാൽ കഴിയുന്നത്ര ഭംഗിയായിട്ട് നമ്മൾ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ കഥാപാത്രങ്ങളെ നമ്മൾ നേരിട്ട് ശരിക്കുള്ള ആൾക്കാരെ ലൈഫിൽ കാണുമ്പോൾ അവരുടെ രീതികളും ചേഷ്ടകളും സംസാരം ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് കണ്ട് മനസ്സിൽ വയ്ക്കുക. അത് അഭിനയിക്കാൻ കുറച്ച് എളുപ്പമാകും. താങ്കളുടെ ഈ പരിശീലനം എന്ന് പറഞ്ഞാൽ ഈ സിനിമയിൽ നിന്നുള്ള പരിചയം തന്നെയാണ് അല്ലേ? അതോ ഓരോ ഡയറക്ടർമാരുമായിട്ടുള്ള അനുഭവമൊക്കെ വലിയൊരളവിൽ ഇതിന് താങ്കളുടെ അഭിനയത്തെ സ്വാധീനിച്ചിട്ടുണ്ടോ? ഡയറക്ടർമാർ മറ്റുള്ള അഭിനേതാക്കൾ അഭിനയിക്കുന്നത് നോക്കിയാണല്ലോ നമ്മൾ കാണുന്നത്. ഇപ്പം ഡയറക്ടർ അഭിനയിക്കുന്നില്ലല്ലോ. അതെ, ഇപ്പം ഫാസിൽ സാറിൻ്റെ കൂടെ ഒരു പടം വർക്ക് ചെയ്തു. അദ്ദേഹം അഭിനയിച്ച് കാണിച്ചു തരും. അസാധ്യമായിട്ട് അദ്ദേഹം അഭിനയിക്കും. അതേത് പടമായിരുന്നു? അത് അദ്ദേഹത്തിൻ്റെ പടമല്ല, അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്ത സിനിമയാണ്. സുന്ദര കില്ലാടി എന്ന് പറഞ്ഞ സിനിമയായിരുന്നു. പക്ഷേ അദ്ദേഹം ഫുൾ ടൈം കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അസോസിയേറ്റ് ആണ് ആ പടം ഡയറക്റ്റ് ചെയ്തത്. അദ്ദേഹമാണ് പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ അദ്ദേഹം നമുക്ക് പല സംഭവങ്ങളും നമുക്ക് അഭിനയിച്ച് കാണിച്ചു തരും. മനസ്സിലായില്ല? അപ്പോൾ അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിക്കുക, അദ്ദേഹത്തിൻ്റെ ഒരു വർക്കിൽ ചെയ്യാന്ന് പറഞ്ഞ്. അപ്പോൾ അത് എല്ലാവരും അങ്ങനെ ചെയ്യണമെന്നില്ല, എല്ലാവരും അഭിനയിച്ച് കാണിച്ചു തരില്ല. അവർ നമ്മൾ അഭിനയിക്കുമ്പോൾ ശരിയായില്ലെങ്കിൽ പറഞ്ഞു തരും. അതിങ്ങനെയല്ല, കുറച്ചുകൂടെ ഇന്ന പോലെ ആവട്ടെ, അല്ലെങ്കിൽ കുറച്ചുകൂടെ കണ്ണുകൾ കുറച്ചുകൂടെ നിറയട്ടെ, കരഞ്ഞാൽ മതി, കണ്ണുനീര് വരണ്ട എന്നൊക്കെ പറഞ്ഞു തരുമ്പോൾ നമുക്കത് മനസ്സിലാവും. അതിനനുസരിച്ച് ചെയ്താൽ മതി. പിന്നെ നമ്മൾ കൂടുതലും അഭിനേതാക്കൾ അഭിനയിക്കുന്ന കാണുമ്പോഴാണ് നമ്മൾ, അത് എത്ര വലിയ ആളായാലും ചെറിയ ആളായാലും നല്ല അഭിനയം കണ്ടാൽ നമ്മൾ വളരെയധികം നമ്മൾ നോക്കി നിന്നു പോകും. അതൊക്കെ നമ്മളെ ഒരുപാട് സ്വാധീനിക്കും. പ്രത്യേകിച്ച് ജാതി ശ്രീകുമാറിൻ്റെ കൂടെ എല്ലാം തീർച്ചയായിട്ടും. ആണുങ്ങൾ മാത്രമല്ല, പെണ്ണുങ്ങൾ കൽപ്പനയൊക്കെ അഭിനയിക്കുന്ന സമയത്ത്, കാരണം ഉർവശിയൊക്കെ എന്തൊരു ഗംഭീര ആർട്ടിസ്റ്റാണ്. അപ്പോൾ നമ്മൾ അഭിനയിക്കുമ്പോൾ നമ്മൾ നോക്കി ഇങ്ങനെ നിന്നു പോകും അവരുടെ അഭിനയത്തിൻ്റെ രീതി. ഉദാഹരണത്തിന് ഈ ഭരതം എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് ലാലേട്ടൻ ആ രാമകഥ പാടുന്ന സമയത്ത് ഇടയിൽ ഈ സങ്കടമതിന് നിന്നുമ്പോൾ ഈ തള്ളവരിൽ പൊക്കിയിട്ട് ഇങ്ങനെ കാണിക്കുന്ന ഒരു ഇതുണ്ട്. ഞാൻ ഇത് കണ്ടിട്ട് വീട്ടിൽ വന്നിട്ട് ഞാൻ കണ്ണാടി നോക്കിയിട്ട് ഒരു 500 പ്രാവശ്യം ചെയ്തു നോക്കി, ഒന്നും വരണില്ല. അപ്പോൾ ആ ഒരു സൈലന്റ് റിയാക്ഷൻ തന്നെ എന്നെ കൊണ്ട് പറ്റില്ല ചെയ്യാൻ. ഞാൻ ചെയ്തു നോക്കി, എങ്ങനെയത് കൈ വയ്ക്കുമ്പോൾ കണ്ണ് പോകും, കണ്ണ് വയ്ക്കുമ്പോൾ കൈ പോകും. അതാണ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത്. എന്തൊരു ആക്ടേഴ്സാണ് അവരൊക്കെ. അപ്പോൾ ഇതൊക്കെ നമ്മൾ കണ്ടിങ്ങനെ ആസ്വദിക്കുക. അത് പിന്നെ തീർച്ചയായിട്ടും അതെല്ലാം താങ്കളുടെ അഭിനയത്തെയും സ്വാധീനിച്ചു കാണും. തീർച്ചയായിട്ടും. നമ്മളൊരു വലിയ ഒരു കലാലയത്തിൽ, എൻ്റെ ആദ്യത്തെ സിനിമയുടെ പേര് പറഞ്ഞല്ലോ, സർവകലാശാലയല്ലേ ഇത്. അതിനകത്ത് എത്രയോ ആൾക്കാരാണ് നമ്മുടെ മുമ്പിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അവരുടെയൊക്കെ അഭിനയം തന്നെ നമ്മൾ കണ്ടാൽ പോരെ, നമ്മുടെ അഭിനയം ബെറ്ററാക്കാൻ വേണ്ടിയിട്ട്. ഒരുപക്ഷെ താങ്കളുടെ ഈ അഭിനയ സിദ്ധി കൊണ്ടായിരിക്കുമോ പ്രിയദർശൻ താങ്കളെ ഹിന്ദിയിലേക്കും കൊണ്ടുപോയി? അഭിനയ സിദ്ധി ഒന്നുമില്ല. പ്രിയചേട്ടൻ നമ്മളോടുള്ള സ്നേഹം അത്രേ ഉള്ളൂ. പ്രിയചേട്ടൻ ഇപ്പോൾ വേണമെങ്കിൽ ആരെ വേണമെങ്കിലും വിളിച്ചോണം. പ്രിയചേട്ടൻ വിളിച്ച് ആരാ ഇവിടെ നിന്ന് പോകാത്ത?
അതുകൊണ്ട് അത് എന്നോടുള്ള സ്നേഹം നമ്മളൊരു അനിയനെ പോലെ, അതായത് സിനിമയിൽ വരണതിന് മുമ്പേ അറിയാം പ്രിയചേട്ടൻ. അങ്ങനെ പ്രിയചേട്ടനാണല്ലോ എനിക്ക് ആദ്യം വേഷം തന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സ്നേഹത്തിൻ്റെ പുറത്ത് നമ്മളെ വിളിച്ചു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ അഭിനയ സിദ്ധിയും പാഠവും ഒന്നുമില്ല. 4 സിനിമ ഹിന്ദിയിൽ ചെയ്തു അല്ലേ? 4 അതിൽ കൂടുതൽ ചെയ്ത് ഞാൻ. ഒരു സിനിമ ചെയ്തത് റിലീസായില്ല, പ്രിയചേട്ടനല്ല, വേറൊരു പടം അത് ചെയ്തു. പക്ഷെ അത് ഇറങ്ങി, അത് ഷൂട്ടിങ് ഒരു ദിവസം കൂടെ ഷൂട്ട് ചെയ്യണ്ടായിരുന്നു. പക്ഷെ അപ്പോഴത്തേക്കും അത് പിന്നെ അത് പ്രശ്നമായി നിന്നുപോയി. മല്ലിക ഷറാവത്തിൻ്റെ കൂടെ ഉള്ളൊരു സിനിമ. പിന്നെ പ്രിയചേട്ടൻ്റെ കൂടെ 6 സിനിമ ചെയ്തു. ഗർദിഷ്, കബീന കബി, ഡോലി സജാകരകന, പമ്പം പോലെ, ഹങ്കാമ, ഹങ്കാമ 2, 6 ആണെന്നാണ് എൻ്റെ ഓർമ്മ. അതിലെല്ലാം ശബ്ദവും താങ്കൾ തന്നെയാണ് കൊടുത്തത്? ഹിന്ദി ഡബ് ചെയ്തു. ഹങ്കാമ 2 എന്ന് പറഞ്ഞ സിനിമ ഒരു സീനേ ഉണ്ടായിരുന്നുള്ളൂ. അത് സിംഗ് സൗണ്ട് ആയിരുന്നു. അപ്പോഴും ഞാൻ ഡയലോഗ് പറഞ്ഞു. പക്ഷെ പ്രിയചേട്ടൻ പിന്നീട് അത് മാറ്റി. കാര്യം നമ്മൾ എത്ര ഇത് പറഞ്ഞാലും അവരുടെ ആ ഒരു ഡയലക്റ്റ് ഉണ്ടല്ലോ, അത് ശരിയാവില്ല. തമിഴിൽ എങ്ങനെയായിരുന്നു? തമിഴിൽ ആദ്യം അഭിനയിച്ചത് നീലക്കുയിൽ എന്ന് പറഞ്ഞ സിനിമ, പാണ്ഡ്യരാജൻ ഹീറോ ആയിട്ടുള്ളൊരു സിനിമ. അത് ഈ ലാലേട്ടൻ്റെ സിനിമയാണ്. അത് ഈ ആലപ്പി അഷ്റഫിൻ്റെ സിനിമയാണ്. അദ്ദേഹത്തിൻ്റെ മലയാളത്തിലെ ആദ്യത്തെ സിനിമയാണ്. ആ സിനിമയുടെ പേര് നിന്നിഷ്ടം എന്നിഷ്ടം. അതിൻ്റെ തമിഴ് അദ്ദേഹം തന്നെ റീമേക്ക് ചെയ്തു. മോഹൻലാൽ ചെയ്ത വേഷം പാണ്ഡ്യരാജ് ചെയ്തു. അപ്പോൾ അതിനകത്ത് പപ്പുവട്ടം ചെയ്ത വേഷം തിരിക്കുത്ത് കുമാരൻ എന്ന് പറഞ്ഞൊരു വേഷമുണ്ട്. ഈ തിരിക്കുത്ത് കളിക്കുമല്ലോ, അത് ഞാൻ നാടാക്കുത്ത് നാരായണൻ എന്ന് പറഞ്ഞിട്ട് അത് ഞാനാണ് തമിഴിൽ ചെയ്തത്. അങ്ങനെയാണ് ആദ്യമായിട്ട് തമിഴിൽ അഭിനയിച്ചത്. അത് കഴിഞ്ഞ് പ്രിയചേട്ടൻ തന്നെ ലേസ ലേസ എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചു. പിന്നെ ഇപ്പം ഞാൻ ഭാവനയുടെ കൂടെ ഡോർ എന്ന് പറഞ്ഞൊരു സിനിമയിൽ അഭിനയിച്ചു തമിഴ്. ഇപ്പോൾ കിട്ടുന്ന വേഷങ്ങളും മെച്ചപ്പെട്ടതാണ്, കുറച്ചുകൂടി വലിയ വേഷങ്ങളാണോ? വലിയ വേഷം തന്നെ, ലെങ്ത് അല്ല, ക്യാരക്ടർ അത്ര ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ്. അതായത് അവളുടെ അച്ഛനായിട്ടാണ് ഞാൻ അഭിനയിച്ചത്. ലൂസിഫറിൽ ഒരു നല്ല വേഷമായിരുന്നു അല്ലേ? ലൂസിഫറിൽ ശരിക്കും പറഞ്ഞാൽ വേഷം ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ രാജുവിനോട് ചോദിച്ചപ്പോൾ രാജു പറഞ്ഞു, ചേട്ടന് പറ്റിയൊന്നുമില്ല ചേട്ടാ. ഞാൻ പറഞ്ഞു അതല്ല രാജു ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു സിനിമയാണ്. അതിനകത്ത് എനിക്ക് ഒരു സീനെങ്കിൽ ഒരു സീന്, ഞാൻ നടന്നു പോകുന്നതാണെങ്കിൽ അങ്ങനെ, പക്ഷേ നിങ്ങളുടെ ആ സിനിമയിൽ എനിക്കൊരു ഭാഗമാകണം, എൻ്റെ ഒരു ആഗ്രഹമാണെന്നു. ശരി നോക്കട്ടെ ചേട്ടാന്ന് പറഞ്ഞു. അങ്ങനെയാണ് എന്നെ വിളിച്ചിട്ട്, ചേട്ടാ ഒരു സംഭവമുണ്ട്, വളരെ ചെറിയ സാധനമാണ്, 2 സീനേ ഉള്ളൂ എന്ന് പറഞ്ഞു. ചേട്ടൻ സന്തോഷമായിട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അത് പോയി 2-3 സീനേ ഉള്ളൂ, അത് ചെയ്തു. പക്ഷേ തിയേറ്ററിൽ വന്നപ്പോൾ ആ കഥാപാത്രം ഒരു സീനിലാണെങ്കിലും അത് ശ്രദ്ധിക്കപ്പെട്ടു. അപ്പോൾ അതൊരു വലിയ ഭാഗ്യമാണ്. മാത്രമല്ല ഫസ്റ്റ് ഡേ ഞാൻ ഷൂട്ടിങ്ങിന് ചെല്ലുമ്പോൾ ലാലേട്ടനുണ്ട്. അത് അന്ന് ആ ചീഫ് മിനിസ്റ്റർ മരിച്ചതിൻ്റെ ഒരു സീക്വൻസ് ഉണ്ടല്ലോ, അത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ കാറിൽ വന്ന് ഇറങ്ങണതും ഞാൻ അവിടെ ചെന്ന് നിൽക്കുന്നതും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അവിടെ എറണാകുളത്ത് ചെന്നിട്ട് ഞാൻ രാവിലെ അവിടെ ചെന്നപ്പോഴത്തേക്കും ലാലേട്ടനും ഒക്കെ ഉണ്ട്. അപ്പോൾ ലാലേട്ടൻ ഇങ്ങനെ ഷേക്കാൻ നിന്നിട്ട് പറഞ്ഞു, ഈ സിനിമയിൽ ആ കൂടെ താൻ മാത്രമേ ഉള്ളൂ നല്ല, ബാക്കിയെല്ലാം കുഴപ്പക്കാരാണ്, ബാക്കിയെല്ലാം കൊള്ളക്കാരന്മാരും പ്രശ്നക്കാരുമാണ്, താൻ മാത്രമേ ഉള്ളൂ ഈ സിനിമയിൽ നല്ലവൻ കേട്ടോ അവൻ്റെ ശരി എന്ന് പറഞ്ഞു. അതേപോലെ അദ്ദേഹത്തിൻ്റെ കൂടെ ഒടിയൻ എന്ന് പറഞ്ഞ ചിത്രത്തിൽ നല്ലൊരു വേഷം, അത് നല്ല വേഷം, എഴുത്തച്ഛൻ എന്ന് പറഞ്ഞു. അതെ, ഒടിയനിലും നല്ല വേഷമായിരുന്നു. പുലിമുരുകനിലും അതിൽ കുറവാണെങ്കിലും പുലിമുരുകനിലും നല്ല ശ്രദ്ധിക്കുന്ന, അത് ഗാർഡായിട്ട് അതിലും നല്ല ശ്രദ്ധിക്കുന്നൊരു വേഷമായിരുന്നു. നമുക്ക് അടുത്തൊരു പാട്ടിലേക്ക് പോയാലോ? പിന്നെ തീർച്ചയായിട്ടും എനിക്ക് ലക്ഷാർച്ചന കണ്ടും മടങ്ങുമ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ്റെ പാട്ടാണ്. അതെ, ആ പാട്ട് നമുക്ക് കേട്ടാൽ വലിയ സന്തോഷമായിരുന്നു. തീർച്ചയായിട്ടും. ലക്ഷാർച്ചന കണ്ടു മടങ്ങുമ്പോളൊരു ലജ്ജയിൽ മുങ്ങിയ മുഖം കണ്ടു. കണ്ടു മടങ്ങുമ്പോളൊരു ലജ്ജയിൽ മുങ്ങിയ മുഖം കണ്ടു. മല്ലികാർജുന ക്ഷേത്രത്തിൽ വെച്ചവൾ, മല്ലികാർജുന ക്ഷേത്രത്തിൽ വെച്ചവൾ മല്ലീശ്വരന്റെ പൂവമ്പു കൊണ്ടു, മല്ലീശ്വരന്റെ പൂവമ്പു കൊണ്ടു. ലക്ഷാർച്ചന കണ്ടു മടങ്ങുമ്പോളൊരു ലജ്ജയിൽ മുങ്ങിയ മുഖം കണ്ടു. മുഖക്കുരു മുളയ്ക്കുന്ന കവിളിലെ കസ്തൂരി നഖക്ഷരം കൊണ്ടു ഞാൻ കവർന്നെടുത്തു. അധരം കൊണ്ടധരത്തിൽ അമൃതു നിവേദിക്കും, അധരം കൊണ്ടധരത്തിൽ അമൃതു നിവേദിക്കും അസുലഭ നിർവ
സ്മൃതിതൻ അജ്ഞാത സൗരഭം പടർന്നുകേറി. അതുവരെ അറിയാത്ത പ്രാണഹർഷങ്ങളിൽ അവളുടെ താരുണ്യമലിഞ്ഞിറങ്ങി അലിഞ്ഞിറങ്ങി. ലക്ഷാർച്ചന കണ്ടു മടങ്ങുമ്പോളൊരു ലജ്ജയിൽ മുങ്ങിയ മുഖം കണ്ടു. മല്ലികാർജുന ക്ഷേത്രത്തിൽ വെച്ചവൾ മല്ലീശ്വരന്റെ പൂവമ്പു കൊണ്ടു. മല്ലീശ്വരന്റെ പുതിയ പാട്ടുകൾ ശ്രദ്ധിക്കാറുണ്ടോ? എങ്ങനെയാണ് പുതിയ പാട്ടുകളോടുള്ള ഒന്നും മനസ്സിൽ നിൽക്കുന്ന, അങ്ങനെ മനസ്സിനെ ഒരു ഇമ്പാക്റ്റ് ചെയ്യുന്ന പാട്ടുകൾ വളരെ റെയറായിട്ടേ വരണുള്ളൂ. നല്ല പാട്ടുകളുണ്ട്, പക്ഷേ എനിക്ക് ഈ കൂടുതലും പഴയ പാട്ടുകളോടാണ് ഇഷ്ടം. അതാണൊരു നല്ല ശീലമാണോ മോശപ്പെട്ട ഇതാണോ അറിയില്ല, പക്ഷേ പഴയ പാട്ടുകളാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. താല്പര്യം. ഞാൻ എപ്പോഴും കേൾക്കുന്നതും പഴയ പാട്ടുകൾ തന്നെയാണ്. താങ്കളുടെ കുടുംബത്തെക്കുറിച്ചൊന്നും പറഞ്ഞില്ലേ? കുടുംബം? വൈഫിൻ്റെ പേര് കവിത എന്നാണ്. അവളിപ്പോൾ ജോലി ചെയ്യുന്നുണ്ട് ഒരു സ്കൂളിൽ ടീച്ചറായിട്ട്. പിന്നെ മകള് ഡിഗ്രി കഴിഞ്ഞു, ജോലിയൊന്നും ആയിട്ടില്ല. പേര് നന്ദിത എന്നാണ്. മകൻ്റെ പേര് കൃഷാൻ എന്നാണ്. കൃഷാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അങ്ങനെ ഇരിക്കുന്നു. അതാണ് ഫാമിലി. എങ്ങനെയാണ് ഇവരുടെയൊക്കെ താങ്കളുടെ കലാജീവിതത്തോടുള്ള മനോഭാവം, ഇവരുടെയൊക്കെ പ്രോത്സാഹനം? അവർക്ക് ഇഷ്ടം തന്നെയാണ്, അവർക്ക് ഇഷ്ടമാണ്. പിന്നെ ഈ മോൻ അധികം സിനിമയോട് വലിയ താല്പര്യമില്ല. അവൻ ഈ അവഞ്ചേഴ്സ് അങ്ങനെയൊക്കെ സിനിമ വന്നാൽ വലിയ കാര്യമായിട്ട് പോയി കാണും. അല്ലെങ്കിൽ പിന്നെ അച്ഛൻ്റെ സിനിമ എന്ന് പറഞ്ഞാൽ അവൻ വരും, തിയേറ്ററിലിരിക്കും, എൻ്റെ സീനാകുമ്പോൾ നോക്കും, പിന്നെ ബാക്കി സമയം ആകാശം നോക്കി അല്ലെങ്കിൽ കിടന്നുറങ്ങുക, എന്തെങ്കിലും ചെയ്യും, അത്രയേ ഉള്ളൂ. അവനങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല അതിനോട്. ജീവിതാനുഭവങ്ങൾ എവിടെയെങ്കിലും രേഖപ്പെടുത്തിയിട്ടുണ്ടോ ശരിക്കും പറഞ്ഞാൽ? കാരണം വലിയൊരു അനുഭവം ഉണ്ടാവില്ല ഇത്രയും വലിയ കലാകാരന്മാർക്കൊപ്പമുള്ള ജീവിതം. ഞാൻ കുറേ നാളോട്ട് ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ എഴുതി വെക്കണമെന്ന്. പക്ഷേ അതിനുവേണ്ടി ഒരു ബുക്കുമൊക്കെ വാങ്ങിച്ച് എഴുതി തുടങ്ങി. 2 പേജ് കഴിഞ്ഞപ്പോൾ പിന്നെ എഴുതിയില്ല. അത് വേറൊന്നും കൊണ്ടല്ല, മടി എന്നുള്ള പ്രശ്നം തന്നെയാണ്. അത് ഈ എഴുതാനുള്ള ഒരു ഇങ്ങനെ സാധിക്കുന്നില്ല. അതെന്താണെന്നറിയില്ല. ഉണ്ട്, ആഗ്രഹമുണ്ട് അങ്ങനെ എല്ലാം എഴുതി വെക്കണമെന്ന് എവിടെയെങ്കിലും, അല്ലെങ്കിൽ ഒരു ബുക്ക് പോലെ ആക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അല്ല, നമുക്ക് വളരെ വിചിത്രമായ അനുഭവങ്ങൾ കിട്ടിയ രംഗമായിരിക്കുമല്ലോ ശരിക്കും ചലച്ചിത്ര രംഗം എന്ന് പറയുന്നത്. കുറേ അനുഭവങ്ങളുണ്ട്, കുറേ രസകരമായ അനുഭവങ്ങളുണ്ട്, കുറേ പറയാൻ പറ്റാത്ത അനുഭവങ്ങളുണ്ട്. നമ്മളിപ്പോൾ കാണുന്ന ഒരു ഓണക്കാലത്താണ്. സെറ്റിലൊക്കെ വെച്ച് ഓണം അങ്ങനെയാണോ? ഓണത്തിനൊക്കെ വീട്ടിലുണ്ടാവാറുണ്ടോ? പലപ്പോഴും സെറ്റുകളിൽ ഓണം കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പോഴ് നമുക്ക് ഒരു അല്പമെങ്കിലും ഒരു വിലയുള്ള ഒരു സമയമായതുകൊണ്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്യും ഡയറക്ടർ, സിനിമ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്താണെങ്കിൽ. ഈ സമയത്ത് ഞാനിപ്പോൾ വീട്ടിലാണ്, ഇപ്പോൾ വീട്ടിലുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചോദിക്കുമ്പോഴത്തേക്കും ഓണത്തിന് ചേട്ടൻ പൊയ്ക്കോളൂ, കുഴപ്പമില്ല എന്ന് പറയുകയാണെങ്കിൽ ഞാൻ വീട്ടിൽ വരും. അതല്ല പോക്കില്ല, ഷൂട്ടിങ് ആണ് നിർബന്ധമായിട്ട് ചെയ്തേ ഒക്കുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ ചിലപ്പം അടുത്തൊക്കെയാണെങ്കിൽ ഞാൻ ഫാമിലിയെ അങ്ങോട്ട് വരാൻ പറയും. പക്ഷെ കഴിഞ്ഞ സമയങ്ങളിലെല്ലാം ഞാൻ വീട്ടിൽ വന്നു എന്നുള്ളതാണ്. കറക്റ്റ് ആ ഓണ സമയത്ത് ഞാൻ നേരത്തെ ആ സമയത്ത് കാണൂല എന്ന് പറഞ്ഞ് വീട്ടിൽ വന്നു. അതുകൊണ്ട് ഷൂട്ടിംഗ് സമയത്ത് ഷൂട്ടിങ്ങിന് പോയിട്ടുമുണ്ട്. നിർബന്ധമായിട്ട് വന്നേ ഒക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് പോയി അഭിനയിച്ചിട്ടുള്ള അനുഭവങ്ങളും ഉണ്ട്. ഓണത്തിന് വേണ്ടി വീട്ടിൽ വരാൻ സിനിമക്കാർക്ക് ഇതൊന്നും ഒരു ബാധകമല്ല, വിഷയമല്ല. എല്ലാം നമ്മൾ സെറ്റിൽ തന്നെ ആഘോഷിക്കും. ഓണമാണെങ്കിൽ ഷൂട്ടിംഗ് നടക്കുകയാണെങ്കിൽ അവിടെ അന്ന് ഗംഭീരമായ സദ്യ കാണും എല്ലാവരും സിനിമാക്കാർ. അതും നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ തന്നെയല്ലേ. നമ്മൾ വീട്ടുകാർ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ കാണുന്ന സിനിമാക്കാരല്ലേ. അപ്പോൾ അവരുടെ കൂടെ ആഘോഷിക്കുക, അത്രയേ ഉള്ളൂ. 364 ദിവസം വീട്ടുകാരുടെ കൂടെ സദ്യ ഉണ്ണണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇരുന്ന് ഉണ്ണാം. പക്ഷേ സിനിമാക്കാരുടെ കൂടെ നമുക്ക് സദ്യ ഉണ്ണാന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ അവസരം വരുമ്പോഴല്ലേ ഉണ്ടാക്കുള്ളൂ. അപ്പോൾ അതും സന്തോഷം തന്നെയാണ്. എന്തായാലും കൂടുതൽ നല്ല വേഷങ്ങൾ ഇനിയുള്ള അഭിനയ ജീവിതത്തിൽ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. താങ്ക് യു സർ. ഇവിടെ വന്ന് ഇത്രയും സമയം ചെലവഴിച്ചതിന് പ്രത്യേകം നന്ദി. വളരെ സന്തോഷം, എന്നെ വിളിച്ചതിന് വളരെ സന്തോഷം. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. ചലച്ചിത്ര നടൻ നന്ദു അതിഥിയായി പങ്കെടുത്ത ഞാൻ എൻ്റെ പ്രിയഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഞാൻ എൻ്റെ പ്രിയഗാനങ്ങൾ. നിർവഹണം MV ശശികുമാർ. നിർവഹണ സഹായം വിഷ്ണുമോഹൻ വെള്ളനാട്.